അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ചിരിക്കാനുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തതിന് ശേഷം വീണ്ടും ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ചാനൽ ഏകദേശം 25 ലൈക്ക് സബ്സ്ക്രൈബേഴ്സ്ക്ക് പോവാണ്. മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്ളോഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. സോ ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഷാനുവിൻ്റെ സൽക്കാരം, അതിലുപരി എല്ലാ പ്രേക്ഷകരും ആഗ്രഹിച്ചൊരു കാര്യം, എല്ലാ പ്രേക്ഷകരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു കാര്യം ഇന്ന് നമുക്ക് വേണ്ടി നടത്തുന്നത് ടീം അൽത്തമാം ഇലക്ട്രോണിക്സ് ആണ്. അൽത്തമാം ഇലക്ട്രോണിക്സ് ആൻഡ് ട്രേഡിങ്. അപ്പം നമ്മളെ ഗൾഫിലുള്ള ടീമാണ് അൽത്തമാം. അപ്പോൾ അൽത്തമാമിൻ്റെ ജാബിർക്ക് കുറച്ചായിട്ട് നമ്മളെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളും മൂപ്പർക്ക് നമ്മളെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് മുമ്പ് ഒരുപാട് സമ്മാനങ്ങൾ മൂപ്പര് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ മൂപ്പര് കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങോട്ട് വായിച്ചോ. അപ്പം ഇത് ഫുള്ള് ഓരോ തന്നെ പ്രൊഡക്ട്സാണ് കേട്ടോ. ഈ ZXൻ്റെ ഹെഡ്ഫോൺസ്, ZXൻ്റെ ഒരുവിധം പ്രൊഡക്ട്സൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാറത്തെ ചാർജർ, അതുപോലെ ഈ കണക്ടർ, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഓരോ പുതിയ കുറച്ച് പ്രൊഡക്ട്സ് ഇറങ്ങിയപ്പോൾ പവർ ഡോക്ക്, ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആട്ടോ ഈ ZX ഇറക്കുന്നത്. അപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർ, നാട്ടിലിപ്പം ആയി തുടങ്ങിയോ എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ ഗൾഫിലുള്ളവർ എന്തായാലും നോക്കിക്കൊണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് അടിപൊളിയാണ്. ഇത് വയർലെസ് ഹെഡ്ഫോണ്, ഇതും വയർലെസ് ഹെഡ്ഫോണ് രണ്ടും. ഇത് ഡബിൾ ഡാർക്ക് നോയ്സ് റിഡക്ഷൻ, ഇതും ഡബിൾ ഡാർക്ക് നോയ്സ് റിഡക്ഷൻ, രണ്ട് സ്പെഷ്യാലിറ്റി ഉള്ള ഹെഡ്ഫോൺസ് ആട്ടോ. അപ്പോൾ ഇതൊക്കെ ZXൻ്റെ പ്രോഡക്ട്സ് മൊത്തം മൂപ്പരും കാഴ്ചന്നാണ്. നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്യുന്നത് ZXൻ്റെ ചാർജർ, മൾട്ടി പ്ലഗ്, ട്രാവൽ അഡാപ്റ്റർ, കുറേ യൂസ് ചെയ്യുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ കാണികൾ, അതായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആഗ്രഹിച്ചൊരു കാര്യമാണ് ജിമ്മിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം എന്നുള്ളത്. സോ അതിന്ന് കൊടുത്തു വിട്ടിട്ടുള്ളത് അൽത്തമാം ഇലക്ട്രോണിക്സിൻ്റെ ജാബർക്കാണ് കേട്ടോ. ചില്ലറ സമ്മാനമല്ല, ചെറിയൊരു സമ്മാനമല്ല, ലക്ഷം രൂപ. സാംസങ് ഗാലക്സിൻ്റെ Z Fold 7 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ് ജിമ്മിക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കൊടുക്കണതിൻ്റെ മുന്നേ ജിമ്മിനോട് പുള്ളി ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവർക്ക് ചോദിച്ചിട്ടുണ്ട് എനിക്ക് എന്താ ആവശ്യം. അപ്പോൾ ജിമ്മി പറഞ്ഞു എനിക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്കും കാര്യത്തിനൊക്കെ എൻ്റെ ഫോണിലിടാനും എൻ്റെ ക്യാമറയിലിടാനും ഒരു മെമ്മറി കാർഡിന് അത്യാവശ്യമുണ്ട്, ആ സാധനമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ മെമ്മറി കാർഡ് പറഞ്ഞു പൂ ചോദിച്ചെടുത്ത് പൂക്കാല കൊടുത്തയച്ചിട്ടാണ് ജാബർക്കെന്ന് ചെയ്തിട്ടുള്ളത് ടീം അൽത്തമാം ഇലക്ട്രോണിക്സ്. അപ്പോൾ എന്തായാലും ജിമ്മി കൊടുക്കാം. ഇവിടെ വരും, എല്ലാവരും വരും. അൻഷോ ഹായ്, അൻഷുവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ജിംഷാ ഇവിടെ വാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ടി ബാ. ഇന്നത്തെ വ്ളോഗ് ഇത്രയും നേരം, അതായത് 1.5 മണിക്കൂറാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ ദൈർഘ്യം. ഒരുപാട് കാലമല്ലേ നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്ത് വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ആ വ്ളോഗ് ഒന്ന് ഷൂട്ട് ചെയ്ത് ജിമ്മിയാണ്. അപ്പോൾ ജിമ്മിക്ക് വേണ്ടി അല്ലല്ലോ ജനാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ജിമ്മിക്ക് വേണ്ടി ടീം അൽത്തമാം ഇലക്ട്രോണിക്സ് ഒരു സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ട്. മെമ്മറി കാർഡ് മോനെ ഞെട്ടിപ്പോയോ? നിങ്ങൾ തല്ലൂടല്ലോ വ്ളോഗ് ഇടുമ്പോൾ. ജാബിർ ഖാൻ്റെ വകയാണ്, ബോസിൻ്റെ വക. അൺബോക്സ് ചെയ്യാം. ബായിരിക്കേ ജിമ്മി. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക, സ്പാം ചെയ്യുക, ജിമ്മി ഫാൻസ്, ജിമ്മി ഹോയ്. അപ്പം ജിമ്മിയാണ് നമ്മുടെ ചാനലിൻ്റെ A to Z. അപ്പോൾ ജിമ്മിക്ക് വേണ്ടി, ചാനലിൻ്റെ നെടുന്തൂണും നട്ടലുമായ ജിമ്മിക്ക് വേണ്ടി അൽത്തമാം ഇലക്ട്രോണിക്സിൽ നിന്നും ജാബർക്ക് കൊടുത്തയച്ച ഒരു മുല്ലപ്പൂ പോലത്തെ സമ്മാനം ഓപ്പൺ ചെയ്താ. മുല്ലപ്പൂമ്പുടി ഏറ്റുകൾക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം, കല്ലിനുമുണ്ടാ സംഭാരം. ഇവിടെ ഇപ്പോൾ സംഭാരം കൂടിയൊന്നുമില്ലേ, പണ്ടത്തെ പോലെ അല്ല. ആ നല്ല മണത്തോക്ക് സാംസങ്ങിൻ്റെ പണം.
സെയിം പോണട്ടോ. ഷേം ഷാങ് വായിച്ചു അങ്ങോട്ടേക്ക്. കൈ കുറച്ച് നിലത്ത് കിടല്ലേ അങ്ങോട്ട് പിടിച്ച് നോക്കുക. ഇങ്ങനെ സാംസങ് ജിമ്മിന്റെ പുതിയ കേസാട്ടോ. ഇങ്ങനെ പിടിച്ചാല് പോർഷെ, ഇങ്ങനെ പിടിച്ച GTR, ഇങ്ങനെ പിടിച്ചാ പോർഷെ, ഇങ്ങനെ പിടിച്ച GTR. അല്ലല്ല ഇത് പോർഷെ ആണെങ്കിൽ ഇത് പോർഷെ അല്ലേ? ഡബിൾ കണ്ണി വാൾപേപ്പറുമായി ഓപ്പണേ നിലത്ത് കിടല്ല കേട്ടോ. ആകെ അയച്ചൊരു സമ്മാനാണ്. ഇതെന്താ ഇതുകൊണ്ട് മൂടി വെക്കണോ ഫോണ്? തിരിച്ചണ മടക്കി. എങ്ങനെയുണ്ട്? തുറന്ന ഇതാക്കി നോക്ക്. ഇത് ഓപ്പൺ ചെയ്ത് നോക്ക്. ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്ക്. സാംസങ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. സാംസങ് ഫാമിലിയിലേക്ക് സ്വാഗതം. ടീം അൽത്തമാം ഇലക്ട്രോണിക്സ് നിങ്ങളെ ക്ഷണിക്കുന്നു സാംസങ് ഫാമിലിയിലേക്ക്. ചാർജ് കമ്മിണ്ടാ? കുത്തിയേക്കണ? അല്ല അതാ. ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സർപ്രൈസ് ജിമ്മിക്ക് കൊടുത്തത് ജാബിർക്ക. എടാ ഇത് സെയിം ഫോണാട്ടോ, ചതുരംഗക്കള ഫോണാണിത് അല്ലേ? ഹലോ ആൾക്കാരടി നിന്നൊക്കെ ആൾക്കാരടി നിന്നൊക്കെ ഇങ്ങനെ വിളിച്ച ആൾക്കാരെ അന്തം വിടും. ഹലോ ബ്രോ, ഞാൻ ഇവിടെ എത്തി ബ്രോ. സ്റ്റാർട്ട്. ഇതിനെ മടക്കൊന്നും കാണില്ലല്ലോ. മടക്കൊന്നും കാണൂല. ഇത് ഏറ്റവും പുതിയ മോഡലാ, പണ്ടത്തെ അല്ലതേ. മടക്ക് കാണൂല ഇതില് സിനിമ ഉണ്ട് ഇരിക്കണക്ക്. ചതുര ഫോണല്ലേ? അഫി സാംസങ് യൂസ് ചെയ്യണ്ട. എനിക്ക് ഇങ്ങനെ സെറ്റപ്പ് ഐഫോൺ. എല്ലാം എടുത്തു ഐഫോണിന്റെ ഐഫോണിന് ഇങ്ങോട്ട് ആക്കണോന്നൊക്കെ. വൈഫൈ അല്ല വൈഫൈ കണക്ട് ചെയ്യണം. എടാ എന്ത് സ്മൂത്ത് ഇത് കഴിഞ്ഞാടണോ നോക്കട്ടോ. സീൻ ഫോൺ കേട്ടോ. എങ്ങനെയുണ്ട് ജാബിർ ഖാന്റെ സർപ്രൈസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത സർപ്രൈസാണ് ജിമ്മി കിട്ടിയിട്ടുള്ളത്. സൂപ്പർ ഫോൺ. അല്ല കൊണ്ടെടുക്കണം. അല്ലത് ഒരു പീസാക്കി യൂസ് ചെയ്താൽ മതി. ഈ ഫോണേ ഇതിന് പിന്നെ ഒരു വൺവണ്ണല്ലേ ഇതെല്ലായിടത്തും മറന്നൊക്കെ വെച്ചിനി. മറന്നേക്കാൻ പറ്റില്ലട്ടോ. ഇത് അജ്വതിന്റെ ഇതിന്റെ ഇവിടെ സ്ക്രീൻ വരുമ്പോണ്ടല്ലോ, ഇവിടെ സ്ക്രീൻ വരും. ഇവിടെ സ്ക്രീനിൽ വരുമ്പോ അതന്നെ ഇവിടെയും വരും. ഇവിടെ വരുമ്പോൾ അതന്നെ ഇവിടെ വരുന്നു. ഇവിടെ വരുമ്പോൾ ഇവിടെ വരും. അപ്പൊ ഇവിടെ നിന്ന് എന്തെങ്കിലും കണ്ടാൽ ഇവിടെ ഇരിക്കണവനും കാണാൻ പറ്റും. അപ്പൊ ശ്രദ്ധിച്ച് യൂസ് ചെയ്തോണ്ടി ഫോൺ കേട്ടോ. ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്യലാ. മോളു സെറ്റപ്പ് ലേറ്റർ സെറ്റിംഗ്സ്. Getting your phone ready. This may take a few minutes. Some device in order that's needed for setup will be Google operator. ഇത് സൽമാനോട് വാങ്ങിയേക്കാൻ പറഞ്ഞേ. സൽമാൻ മിഞ്ഞാന്ന് മൂപ്പരെ വീട്ടിൽ പോയി വാങ്ങിച്ച്. എന്നിട്ട് സൽമാൻ ഇന്നും ഇത് കൊടുക്കുന്നില്ല, ചവിട്ടി ലേറ്റ് ആക്കി. ഞാൻ പറഞ്ഞു ഇന്നും കൂടി സാധനം ഇവിടെ എത്തിയില്ലെങ്കിൽ നാളെ പരിഹരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വേറെ ആളത്ത് കൊടുത്താച്ചു. ഇതാണ് എൻ്റെ മുമ്പ് ചെയ്ത് വെച്ച വർക്കുകളാണിത്. ഇംപ്രസ് ആയോ? ഇത് പിന്നെ ഇമെയിലും പാസ്വേഡൊക്കെ അടിക്കേണ്ടി വരും. ആൻഡ്രോയിഡ് ഉണ്ടോ? നെക്സ്റ്റ് അടിക്കാൻ പറ്റില്ല. എങ്ങനെയും ഇവിടേക്ക് പോകാൻ കഴിയില്ല അല്ലേ? മെനുക്കൊന്ന് പോവാൻ സ്കിപ്പ് എനിവേ സ്കിപ്പ് മോർ അക്സെപ്റ്റ്. ഇതാകെ ക്ഷീണായിട്ടോ. ക്ഷീണായി ജിന്നാകെ പതറിയിരിക്കുക. ഇത് ടൈം എടുക്കടാ അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഫോണിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഈ ഫോണിൻ്റെ സെറ്റപ്പുകളും ഇതിങ്ങനെ മടക്കി നോക്ക്. എങ്ങോട്ടാ മടക്കുക? എങ്ങോട്ടല്ലേ? അഥവാ തിരിച്ച് മടക്കേണ്ടേ. പക്ഷെ ഇത് സീൻ ലുക്കായിട്ടാ. ആൾക്കാരുടെ ഇങ്ങനെ ആളായി നടക്കണോ ഈ ഫോണിലേക്ക്? ഹലോ സബ് ഇൻസ്പെക്ടർ സുബ്രഹ്മണ്യ സ്പീക്കിംഗ്.
ക്യാമറ നോക്കാനാണ് ഇപ്പോൾ ഞാൻ എടുത്തു നോക്കണം, പക്ഷെ ക്യാമറൻ്റെ അവിടേക്ക് എത്താൻ പറ്റണില്ല എങ്ങനെ. അപ്പോൾ എന്താണ് പറയാനുള്ളത് ടീം അൽത്തമാം ഇലക്ട്രോണിക്സിനെ കുറിച്ച്? അൽത്തമാം ഇലക്ട്രോണിക്സിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയിനി, പക്ഷെ പോലെ ഇങ്ങനൊരു സർപ്രൈസ് തരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെ അമ്പരപ്പിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ആവും അൽത്തമാം ഇലക്ട്രോണിക്സ് എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജാബിർക്ക താങ്ക് യു സോ മച്ച്. അപ്പം ജാബിർക്കാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഷാനുവിൻ്റെ സൽക്കാര വ്ളോഗ് ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പം പറഞ്ഞ പോലെ ഇന്നത്തെ സർപ്രൈസും ഇന്നത്തെ വ്ളോഗും വരാനിരിക്കുന്നതെല്ലാം കാണികളുടെ മനസ്സിൽ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള, ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു വ്ളോഗാണ്. അപ്പം മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എല്ലാവരും ഈ വ്ളോഗ് കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മൾ 25 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഷാനുവിൻ്റെ വ്ളോഗിൻ്റെ ആദ്യത്തെ എടുത്തു വെച്ച ഇൻട്രോയിലൂടെ വ്ളോഗ് അവസാനം വരെ നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ തുടങ്ങാം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാലത്തിന് ശേഷം ഈ വീട്ടിലൊരു സൽക്കാരം നടക്കാൻ പോവുകയാണ്. അതിലുപരി ഈ വീട്ടിൽ ഒരുപാട് കാലത്തിന് ശേഷം എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ്. കാരണം വീട്ടിലേക്ക് വരാനോ വീട്ടിലിരിക്കാനോ അമ്മച്ചീനെ കാണാനോ അപ്പച്ചീനെ കാണാനോ ആഴ്ചമാത്താനെ കാണാനോ വരെ സമയമില്ലാതെയാണ് ഞാൻ ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചമാത്തക്ക് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ആഴ്ചമാത്ത എത്രയായി ഞാൻ ഇതിലേക്ക് വന്നിട്ട്? ഒരു മാസമായി. അപ്പോൾ ഒരു മാസത്തിന്റെ മേലെ അടുക്കളയിൽ നിന്ന് വ്ളോഗ് എടുക്കുമ്പോഴല്ലോ കണ്ണിന്ന് വെള്ളം വരിക. കാരണം ഈ അടുക്കളയിൽ ഒരു ഫ്രെയിം വെച്ചിട്ട് ഒരു മാസത്തിന്റെ അടുത്തായി. സോ ഇതിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മിസ് മൈ അടുക്കള ഇപ്പോഴാണ് എനിക്ക് അടുക്കളയിൽ ഞാൻ എന്നും അടുക്കളയിൽ കയറുമ്പം ഞാൻ രാവിലെ ചായയും പുട്ടൊക്കെ ഉണ്ടാക്കണം. അത് ഞാൻ അപ്പോൾ മിസ് ചെയ്യാണ്. രാവിലെ ചായയും പുട്ടൊക്കെ ഞാൻ എന്നും അടുക്കളയിൽ കയറുമ്പം ഞാൻ പറഞ്ഞുതരാം. ആണ്ട് പറ്റേ ഇതുണ്ടോ? അതായത് ഞാനിപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വേദനിക്കണം എന്തിനറിയോ? എന്നും രാവിലെ ആഴ്ചമാത്താൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പുട്ടും ദോശയൊക്കെ ചൂടാൻ കൂടുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു ഇതാണ് ഇപ്പം ഞാൻ എന്ത് ചെയ്യണത്, എനിക്ക് വേദനയാണ് ഇപ്പോൾ കൂടാൻ പറ്റാഞ്ഞിട്ട്. എന്താ കൂടാൻ പറ്റേ? പാച്ചിലുണ്ട്. അപ്പൊ എന്നും ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കും, ഞാൻ പുട്ടിക്ക് ഇങ്ങനെ ആ കുറ്റിക്ക് ഇങ്ങനെ അരിപ്പൊടി ഇങ്ങനെ ഇടണ അത് ഞാൻ മിസ് ചെയ്യാ. അല്ല, ഞാൻ എന്നും ഉച്ചക്ക് ചോറുണ്ടാക്കുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവില്ലേ, വൈകുന്നേരം അത്രയും ഞാൻ എന്താണ് അടുക്കളക്കൊരു ഹെൽപ്പാണ്. ആരാണ്? ഞാൻ ഒരു സഹായി അല്ലേ ഇവിടുത്തെ? എപ്പോഴും സഹായി. പാപ്പിച്ചേട്ടൻ കണ്ണിൽ ഉണ്ണയാണ്, കണ്ണിൽ ഉണ്ടമ്പൊരിയാണ്. അപ്പൊ അയച്ചമാതേ അടുക്കളയിൽ സഹായിയോ? ഇവനോ? അടുക്കളയിൽ സഹായി ഞാൻ കണ്ടിട്ടില്ല. അതെ, അടുക്കളയിൽ പുട്ടും കുറ്റി നിറക്കേ ഇവനോ? ഒരു ചാൻസ് ഇല്ലല്ലോ. അജുമാത ഒറ്റടിക്ക് പുതിയാപ്പിള വന്ന പോലെ തോന്നുന്നുണ്ടോ? പുതിയാപ്പിള തോന്നാൻ ഞാൻ അയ്യോനെ കണ്ടതുകൊണ്ട് തോന്നുന്നു. എന്നും തോന്നണോണ്ട് തോന്നുന്നു. തോന്നുന്നില്ലല്ലോ. ഒരു പുതിയൊരാള് വരുന്ന പോലെ ഫീൽ ഇല്ല അല്ലേ? ഇല്ല. എന്നും കാണുന്ന ഒരു വ്യക്തി അടുക്കളയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു പുതിയാപ്പിള നിക്കണേ. നിനക്ക് ഞാൻ അതൊക്കെ ഒന്ന് പൊരിച്ചു കോരത്തെ ആഴ്ച മാത്ത. അത് കഴിഞ്ഞിട്ട് ഡ്രെഡ് വന്നപ്പോ ഇതൊക്കെ പുതിയ ഇതപ്പൊ പുതിയ എന്തെങ്ങൾക്ക് ഇനി ഒരു മതിപ്പ് പോലെ എല്ലാം ഇവിടെ ലൊല്ലയാട്ടോ. അപ്പൊ പുതിയാപ്പിളക്ക് പുതിയതിന് വേണ്ടി എന്താണെന്ന് നമ്മള് അണിയറയിൽ ആവനായിൽ ഒരുക്കിയിട്ടുള്ളത്? എന്താ പറയാ, പൊരിച്ച കോഴി, ചിക്കൻ ഫ്രൈ, പിന്നെ മുന്തിരി ഫ്രൈ, ഉള്ളി ഫ്രൈ, അങ്ങനെയൊക്കെ പറയണം. ഇവിടെ വെച്ചിക്കണേ. അപ്പൊ ഇത് നമ്മൾ ഇനി ഉണ്ടാക്കണം വെച്ചാൽ ഈ മുന്തിരിയും സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു ചായയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മുന്തിരി ചായ. എന്താണ് മുന്തിരി ചായ? അതിനല്ലത് അത് മുന്തിരി ചായക്കല്ല, ബിരിയാണി. ഓക്കെ. അപ്പം ഇതെന്താണ്? ചൂടുണ്ടായില്ലേ? അടുപ്പത്തല്ലേ, തണുപ്പുണ്ടാവില്ലല്ലോ. ഇതെന്താണ്? ജവനിയിലാണെന്ന് ചായ. അല്ല, ഈ ജവനൊക്കെ എവിടെ? ഇതാണ് ആ കുടുംബക്കാർ വരുമ്പോഴുള്ള പാത്രങ്ങളല്ലേ? ഇവിടെ ഇതില് ചായ വേണോ? ഇല്ലല്ലോ. ഇതാ ഈ പാത്രങ്ങളൊക്കെയാണ് ഇന്ന് ഇറങ്ങണം. അതായത് ഈ ജവന ലക്ഷദ്വീപ് വാങ്ങിയതാണ്. ഇത് ഉപയോഗിക്കലുണ്ടാ? പിന്നെ ചുടുവെള്ളം ഇതിൽ തിളപ്പിച്ചാറിയോ? നോമ്പിനോ? ഇല്ല, നോമ്പിന് ഇതിലാ ചായ ഉണ്ടാക്കിയത്. ഇതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. എടാ, ഒരു പൊട്ടണത് നമ്മളത് പൊട്ടിപ്പോയില്ലേ, ഒരു ഗ്ലാസിന്റെ ടൈപ്പ് നമ്മളവിടെ സ്ഥിരം വെക്കണില്ലേ? ഓക്കെ. അപ്പൊ ഇതെന്താ ചുമത്ത?
നാരങ്ങ ചൂടുണ്ടോ? ചൂടില്ല. ആ ഓക്കെ. അപ്പം ചിക്കൻ പൊരി, മുന്തിരിപ്പൊരി, പുട്ട്, എണ്ണ, ഇതിലെന്താ അജ്മത? ചൂടുണ്ടല്ലേ? തോന്നി വരി. അപ്പം ആഴ്ചമത അടുക്കളയിൽ ഞാൻ വരാത്ത ദിവസങ്ങളിൽ ഞാനില്ലാത്തത് ഓർത്ത് ഫ്രെയിം പൊടി അജ്മത അവിടെ ഇല്ല അജ്മത് ഹേയ് 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 ആ ഇവിടെ അടുക്കളയിൽ ഞാൻ ഇല്ലാത്ത ദിവസങ്ങൾ, ഞാൻ ഇതിൽ വരാത്ത ദിവസങ്ങൾ എങ്ങനെ തോന്നി? എങ്ങനെ തോന്നുന്നത്? എന്താ വരാത്തത്? ഉറക്കിൽ തന്നെയാണ്. ഉറങ്ങല്ലേ? ഉറങ്ങാണ്. അത് വിചാരിച്ചു ഞങ്ങൾ. അപ്പൊ ഞാനാണ് കുനിച്ച് പോവുകയും ചെയ്യും. അപ്പൊ കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ പറ്റും. ഒരു മാസമായി ശരിക്കും കണ്ടിട്ട് ഇല്ലേ? അത് ഈ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു കൊടുക്കി, ഞാൻ ഇവിടെ ഇല്ല, ഓടിക്കൊണ്ടിരിക്കണോണ്ടാണ് വ്ളോഗ്. ഇപ്പം ഫുള്ള് ഞാൻ ചീത്ത പറയാം, ഇജ്ജ് വീഡിയോ ഇടണില്ല, ഇജ്ജിപ്പം അങ്ങനെ നടക്കുകയാണ്, പരിപാടിക്ക് മാത്രം പോവാണ് എന്നിട്ട് എന്നെ കുറ്റം പറയാം. അങ്ങനെ പറയാൻ പാടുണ്ടോ? പറയാനൊന്നും പാടില്ല. ഞാൻ എൻ്റെ ശരീരം ഇജ്ജ് കാക്കണം. എന്താ പറയാ, പല മനുഷ്യന്മാരുമാണ്. ഇതൊക്കെ ചിലപ്പോ ശത്രുവായി തീരും. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ശത്രുവായി തീരും. ശത്രുക്കള്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കുക, അവനാണ് ശരീരം ശ്രദ്ധിക്കുക, ശത്രുക്കളെ ശ്രദ്ധിക്കുക. ലക്ഷ്യം നേടാൻ പോകുമ്പോ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. ശത്രുക്കളുണ്ട്, ഇല്ലാത്ത ആരുമില്ല. വെറുതെ നടക്കാനുള്ള ശത്രുക്കളുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എത്ര നന്നായി നടന്നാലും നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുക, ലക്ഷ്യം നേടുക. അല്ലേ കാണാനും പറ്റും. എല്ലാവർക്കും ശത്രുക്കളുണ്ട്. ഗാന്ധിജിക്ക് ശത്രുക്കളല്ലേ? മറ്റേ രവീന്ദ്രനാഥ ടാഗോറിന് ശത്രുക്കളല്ലേ? ശത്രുക്കളെ രക്ഷിക്കണം. പക്ഷേ ശത്രുക്കളിൽ നിന്ന് സ്വയം രക്ഷ നേടി നിൽക്കണം. എത്ര ആള് ഞങ്ങൾക്കൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും. ശ്രദ്ധിച്ചോണ്ടി ശത്രുക്കൾ ഉണ്ടാവും. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. യാത്ര പോണതാണ്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം. ചങ്ങായിമാരാണ്. രക്ഷ നേടാനാണ് അവിടെ കൂട്ടില് പുതിയൊരാള് കണ്ടുക്കണോ? അതുണ്ടല്ലോ, അത് കുറച്ചും കൂടി ഉണ്ട് വലുതായാലേ ശത്രുക്കൾക്ക് ഇങ്ങനെ മതിലിന്റെ അവിടെ നിക്കാം. പോണ വൈക്കുണ്ടല്ലോ ശത്രു. പോണ വൈക്ക് അതിനെ കൊണ്ട് പോകാൻ പറ്റൂല. അത് ശരിയാ. അതിന് പോണ വൈക്ക് ശത്രുക്കൾ ഉണ്ടാവും. ഞാനും രാഹുൽ ഗാന്ധി ഒന്നല്ലേ Z+ കാറ്റഗറിയിൽ പോവാന്. എനിക്ക് ഇങ്ങനെ എന്റെ വണ്ടിയിൽ ഈശുവിന്റെ ഒപ്പം പോകാൻ പറ്റുള്ളൂ. നീ ശത്രുക്കൾ എന്താ വെച്ചാ കൊന്ന് മരിച്ചല്ലേ ഉള്ളൂ. മരിച്ചു പോട്ടെ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ഒക്കെ ജീവിതം ഇഞ്ഞുണ്ടേ കൊറേ ബാക്കിയുണ്ട്. ആ ബാക്കിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പോകാനായി. അങ്ങനെ പറയരുത്. ഞാനൊക്കെ എപ്പോഴോ പോകാനായിട്ട്. അത് ശരി. അത് പോകാൻ അങ്ങനെ ആ പോക്കല്ല. ഞങ്ങൾ ഇപ്പൊ ഒന്ന് കയറിയിട്ട് അത് സബ്ജക്ട് വേറെ. ഇത് ഡാർക്ക് സബ്ജക്റ്റില്ല. ഞങ്ങളിപ്പോ ഇല്ലത്. ഞങ്ങൾ അടിയിലപ്പോൾ ഉള്ളത്. ഞങ്ങൾ കയറി വരണം അല്ലേ? അപ്പം ആര് പോകാനായി ആര് പോകാനായിട്ടില്ല എന്ന് പഠിച്ചോൻ തീരുമാനിച്ചു. ചിലപ്പോ ഞാൻ ആദ്യം പോകും. അതൊന്നും പറയാൻ പറ്റൂല. ആണ്, അങ്ങനെയാണ്. പറയാൻ പറ്റൂല. നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുന്ന. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം നമുക്ക് എത്രയോ ശത്രുക്കളുണ്ടാവും. ഇല്ലേ? ശത്രുക്കളെ പേടിക്കണം. പേടിച്ചും വേണം, നോക്കും വേണം. ഇൻഷാ അല്ലാഹ് ശത്രുക്കളിൽ നിന്നും അള്ളാഹ് രക്ഷ നൽകട്ടെ. ആമീൻ. അത്രേ ഉള്ളൂ. നഞ്ഞു വരി. ഇനി ശത്രുക്കളും മിത്രങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി സൽക്കാരം കൂടെ വരി. കൂറ, അനക്ക് ശത്രുക്കളുണ്ടാ? ഉണ്ടാവും. സ്കൂൾ ലീഡറായി ജയിച്ചല്ലേ? വിളമ്പ, മെല്ലെ മെല്ലെ വിളമ്പ. എന്തൊക്കെയാണ് നമുക്ക് സ്പെഷ്യൽ ഉള്ളത്? സംസുഖ എന്താ സ്പെഷ്യൽ കാണിച്ചു കൊടുക്കൂ. ഇതെന്താ സംസുഖ? തേങ്ങ പീ കളറില. അത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ഓക്കെ. ഇല്ല, ഇത് നിങ്ങൾ തൊട്ടിട്ടു ഇത് ഞാൻ തന്നെ എടുക്കാം. വലുതിട്ടു. മുറിക്കാനല്ലേ? ആഴ്ചമാത്തിയാണ് ഫ്രെയിം പിടിച്ചിട്ടാ. ആഴ്ചമാത്തേ ഞാൻ പഠിച്ചോനെ. ആഴ്ചമാത്തൊക്കെ എന്താ പറ്റിയത്? ആഴ്ചമാത്ത ഒന്നായിട്ട് വന്നിട്ടേ ഓളിയും പിടിച്ചാ ചേച്ചിനെ തിരിച്ചിട്ടാ. മുന്നേക്ക് വരണം അല്ലേ? അപ്പോഴേ ശത്രുക്കൾ ഉണ്ടാവുള്ളൂ. ഇതെന്തമ്മ അലീസേ? അപ്പം ഇന്ന് ഇതെന്താണ്? ആടുകുറുമ കാണിച്ചു കൊടുത്താ. ആടുകുറുമ. അപ്പം നല്ല എന്തേ ഗ്യാസും കുറ്റിയല്ലേ? അതൊക്കെ മാറ്റി അടുക്കളയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് എൻ്റെ പ്രേക്ഷകർ പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഗ്യാസും കുറ്റി ഇവിടെ നിർത്തിട്ട് അങ്ങോട്ട് വെച്ചു. വലിയ മാറ്റങ്ങൾ അല്ലേ?
എങ്ങനെ പോകും നിങ്ങളുടെ സ്കൂൾ ജീവിതം? ഞാൻ ഫുൾ ആക്റ്റീവ് ആട്ടോ, ഞാൻ നിങ്ങളെ തുരുതുരേ സംസാരിച്ചോണ്ടിരിക്കും കേട്ടോ, കുറച്ച് എന്നെ സഹിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് സ്കൂൾ ജീവിതം? സ്കൂൾ ജീവിതം എങ്ങനെയുണ്ട്? Good. It's good. Is it the weather is good for you to concentrate in your classes? No, it's always raining Cherrapunji. Yeah, it's if Cherrapunji raining in your Kottatalam in front of the hospitals, yeah, it will be very bad to sit in the class. Yeah? Am I sure? Sure. Yeah, am I right? Yeah. So, ആടുകുറുമുണ്ട്, തൈരുണ്ട്, ചമ്മന്തി ഉണ്ട്, കാപ്പിണ്ട്. അല്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ, മെയിൻ കോഴ്സ് ഒന്നുമില്ല അച്ഛമ്മ. ആ അതൊക്കെ ഇപ്പം തന്നെയല്ലേ, ഇപ്പം ഇവിടെ എന്നും ഇങ്ങനെ വെച്ചിട്ടില്ല, ഇപ്പം തിന്നു പോകണാണ്. ഈ ഇബനല്ലേ പുതിയ ആപ്പിളാണ്. ഒരു കഷ്ടം കൊടുത്താണ്. ഏത് പുതിയ ആപ്പിള സൽക്കാരത്തിന് ഇവിടെ വന്ന് അത് തിന്നാ. അപ്പൊ ഇപ്പം എന്താ വെച്ചാൽ ബന്ധാണ്. പിന്നെ ആവശ്യമാത്ത നമ്മള് ലോകത്ത് എത്ര പുതിയ ആപ്പിളാര് പുതിയ വന്നു. നമ്മൾ എത്ര കാലത്തിന് ശേഷം നമ്മളെ പേരിൽ നമ്മളെല്ലാം ഒഴിഞ്ഞുകൂടി നമ്മളെ വർക്കുള്ള ദിവസം മാറ്റി വെച്ച ഒരു പുതിയാപ്പിളക്ക് വേണ്ടി നമ്മൾ കുടുംബത്തിൽ എത്ര ആൾ കെട്ടിക്കണമെങ്കിലും കൂട്ടത്തിൽ എത്ര ആൾ കെട്ടിക്കണം, നമ്മൾ കുടുംബം മൊത്തമായിട്ട് ഒരു ദിവസം നമ്മളെ വർക്കിംഗ് ഡേ എന്ന് മാറ്റി വെച്ച ഒരേ ഒരു പുതിയാപ്പിള ഈ ലോകത്തുള്ളൂ. ആരാണ്? ഇബന്. ഈ ചങ്ങായിക്കോ വർക്കിംഗ് ഡേ മാറ്റി വെച്ചോ എന്തിന്? അതെന്തുകൊണ്ടാണ്? അത് ഓനോടല്ലേ നമ്മളെ കിറുവേണ്ടാണ് അല്ലേ? ജീവിക്കാൻ കഴിയുള്ളൂ. പണിക്കോടൊന്നും കാണാനല്ലോ, ജന്നു ഇവിടെ ഉണ്ടാവില്ലേ? സൽമാന്റെ പേരിൽ പോയി വ്ളോഗ് എടുത്തേ, അതിൽ വല്യമാനോട് സൽമാനെ ഞാൻ ഇവിടെ ഒന്നും വരലില്ലേ, എവിടെ വരലെന്നില്ലേ. അപ്പം ഓറഞ്ച് ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടത്. ഇത് തിന്നാണ്ടല്ലോ ഞരമ്പിൽ ചോരങ്ങനെ തള്ളം കെട്ടി നിൽക്കും. പിന്നെ പിറ്റേ ദിവസം തന്നെ ബ്ലഡ് കൊടുക്കുക 5 രോഗികൾക്ക്. പറന്നു കൊടുത്തൂടെ? ശരീരത്തിന് കിട്ടുവേ. ബീട്രൂട്ട് എന്നാ കിട്ടില്ല, അതേപോലെ തിന്നാ കിട്ടും. പിന്നെ ചോരയായിട്ട് ഇങ്ങനെ കയറും. ഓ എൻ്റെ ഒരു തമാശ. ആ ബിരിയാണി കുത്തുവേ? അതെന്താ ഞാൻ കുത്താ? അങ്ങനെ അതല്ല, ഒന്ന് അളക്കിയിട്ട് കുത്തണോ? കോര എന്തെങ്കിലും ചെയ്യാൻ തരും. ഫുൾ ഹൈപ്പറായി നിൽക്കുക. കാരണം ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം നമ്മളെ പേരില്ലേ സൽക്കാരം അങ്ങനെ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയില്ലല്ലോ. സോ അല്ലേ, എൻ്റെ പേരിൽ എന്നും സൽക്കാരം. അജ് മുണ്ടണ്ട, എന്നും കോഴി പൊരിച്ചോം ചിക്കനും എല്ലാം ഉണ്ട് അവിടെ. ഞാൻ അറിയുന്നുണ്ട്. വാ, അപ്പം ഇനി നമുക്ക് വിരുന്നേരെ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഷാനുവിൻ്റെ വക, ഷാനു കൊടുന്നാട്ടോ. ഒന്നും കൊണ്ടുവരണ്ട പറഞ്ഞിട്ടും ആപ്പിളും ഓറഞ്ചും മുന്തിരിയൊക്കെ കൊടുന്നവനാണ് എൻ്റെ ഷാനു. വാ, ഇവിടുന്ന് മുന്നിൽ കുടിച്ചാണോ? ആ ആവശ്യമാത്ത ലതച്ചേച്ചിനും കൂടി ഫ്രെയിമിൽ ആഡ് ചെയ്താണ്ട് ഒരു വീഡിയോ എടുക്കുന്നതാണ് പറഞ്ഞത് കേട്ടോ. നിസഗരി നിസഗരി സ നിസമഗ ഗമ 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 ബമദ നിസ നിപദ പമഗ ഗമ പദ സ നിപമഗ പഗരി നിസഗരി നിസഗരി സ നിസമഗ. റെഡേ, ഇത് ചെറിയല്ല നോക്ക്. മോർണിംഗ് ഷിഫ്റ്റ് മാത്രമുള്ള ആഴ്ചമാത്ത. ഇന്ന് നൈറ്റ് ഷിഫ്റ്റിനും കൂടി അവിടെ നിൽക്കുന്നത് ആരുണ്ടായിട്ടാ? ബ്രെഡ്. ആരാ? ബെഡ്. ബെഡ്. ഇവിടെ ബെഡിന് സൽക്കാരം ഉള്ളതുകൊണ്ടല്ലോ മോർണിംഗ് ഷിഫ്റ്റ് മാറ്റി നൈറ്റ് ഷിഫ്റ്റിന് വരെ ഞങ്ങളെ കൂടെ നിന്നവരുടെ പേരാണ് ആയിച്ചമ്മ അല്ലേ? ഇവിടെ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എന്നേ നോമ്പിന് എന്തത് അവിടെ എന്നതിലും വെച്ചൂടെ 2 ഗ്ലാസ് ഹെഡ്ഫോണിന്റെ അവിടെ. അതല്ലേ ഇത് ചായ വെക്കണ മേശമേ ഹെഡ്ഫോൺ. ചായ വെക്കണ ക്ലാസ് ഈ സീലി ഉണ്ടായിരുന്നു. ഇതെന്താ ഒക്കത്ത്? ഇതൊക്കെ പലവിധ സെറ്റപ്പിൽ ഒറ്റ അടിക്ക് ഇറങ്ങി കേട്ടോ. ഫോണ് തൊക്കിലുണ്ട്,
മറ്റേ കൈലിമുണ്ട് ഇവിടെ തോളത്തിട്ടിക്കണ്, ഹെഡ്ഫോൺ തിരിച്ചും വെച്ചിക്കണ്, 4 ഗ്ലാസ് ചായയും ഹെഡ്ഫോൺ ആയിമണ്ടായിനി അതാണ് ഞാൻ ഹെഡ്ഫോൺ തലമ ഇങ്ങനെ ഇട്ടിട്ടില്ല. ടീ പവറും കോഫി, ഒരു സിപ്പ് അടിച്ചോക്കെ സീൻ കോഫി. ഇന്ന് ഫുള്ള് പണി മൂടനല്ലേ. ഹിൻലേഴ്സ് ഇട്ട് കൊണ്ട് വർക്കിന് വന്ന ആഫീഫ്. മൈ ഫേവറേറ്റ് മെർച്ച്. ഹിൻലേഴ്സിന്റെ അറബിക് ഫിറ്റ് വേണ്ടിയാൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പം ഷാനുവിൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞോളി. ആ വീഡിയോ ലാസ്റ്റ് പറയണ്ടല്ലോ അടുക്കള നന്നാക്കാൻ തോന്നുന്നുണ്ട്. ആ അടുക്കള നന്നാക്കലേ അമ്മ? അടുക്കള നന്നാക്കാനായോ? അടുക്കള നന്നാക്കാൻ തുടങ്ങിയ ഷാനു, അതായത് ഷാനു വെറും ഷാനു. 1 ഇഞ്ചിനോ 1 പൊടിക്കോ ജീവിതത്തിലോ സ്വഭാവത്തിലോ കാര്യങ്ങളിലോ ഒരു മാറ്റമില്ലാത്ത ഷാനുവിൻ്റെ ആറ്റലായ പെങ്ങളാണ് നിൽക്കുന്നത്. ഷാനുവിൻ്റെ മൂത്ത താത്ത ഒരു മാറ്റമല്ല. ഞാൻ എന്താ പറയുന്നത്, അന്ന് നിങ്ങളെ പേര് വന്ന് വ്ളോഗ് എടുത്തില്ല. കമന്റ് ഫുൾ എന്താ പറയുക, ഷാനുവിൻ്റെ ഫാമിലി ഞങ്ങൾക്കാണ് ഇഷ്ടമായി. സൂപ്പറായില്ലേ? ഗ്രാഫ് അടിച്ച് കയറിയില്ലേ ഫാമിലിന്റെ? അടുക്കള മാറിയിട്ട് ഇടങ്ങാറുണ്ടോ? ഇല്ലല്ലോ. അതല്ല അജുവിന്റെ ഫാമിലിന്നേ എനിക്കിങ്ങനെ അയച്ചു തരാം. ഇവുവിൻ്റെതേ ആ ഷനുവിന്റെ പെങ്ങള മോള അതിങ്ങനെ ഓരോരുത്തർ റീൽ അയച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ അടുക്കള പൊളിച്ചും അനുവിന്റെ കല്യാണം ഉണ്ടാവുമ്പോ അതിന് 10 കഴിക്കണ്ടേ? 10 എന്നാ പിന്നെ ചെറിയ കുട്ടിയല്ലേ? നിങ്ങളൊക്കെ നേരത്തെ ഡിന്റെ കുട്ടീനെ ലേറ്റ് ആക്കാനുള്ള നോട്ടാണ്. എത്ര കൊല്ലം എടുക്കണം? എത്ര കൊല്ലം എനിക്ക് ആവശ്യമാകുമ്പോ തന്നെയാണ് എടുക്കേണ്ടത്. എന്നാലും നിങ്ങൾക്ക് ഏകദേശം അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഷാനുവിന്റെ മൂത്തമ്മയും ഷാനുവിന്റെ അമ്മയും എന്ത് ചെയ്തു? ട്വിന്നിങ്. അതായത് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിലെ പുതിയ കുട്ടികളൊക്കെ എന്തെങ്കിലുണ്ട്, ട്വിൻ ചെയ്ത് ഇറങ്ങലുണ്ട്. അപ്പോൾ അത് ചെറിയ കുട്ടികളിൽ മാത്രമല്ല, ഞങ്ങൾ വലിയ ആൾക്കാരും ട്വിന്നിങ്ങിന്റെ ആൾക്കാരാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കുപ്പായം പാൻ സ്റ്റുഡിയോ ഒന്ന് വാങ്ങിയാട്ടോ. അപ്പൊ സ്റ്റുഡിയോ ഒന്ന് വാങ്ങിയ ജെൻസി. അപ്പം കറക്റ്റ് ഒരേപോലത്തെ ഡ്രസ് ഇട്ടാണ്. ഇത് കൽപ്പിച്ചൂട്ടി ആയതാണോ? ഞാനേ വണ്ടിക്കാണ് കേറാൻ നോക്കുമ്പോ വെറുതെ ഞാൻ പെണ്ണുങ്ങളല്ലേ ഏതാ ഡ്രസ്സ് നോക്കുമല്ലോ, ഞാൻ നോക്കുമ്പോ ഓൾ ഈ ചുരിദാറാ ചുരിദാറാട്ടോ. അവ മൂത്തമ്മയും ഇളയനൊക്കെ ഒരേ കുപ്പായിട്ട് വന്നിട്ടാ. വാ അജമാതാ നീക്ക കളിയെല്ലാത്തൊരു കാര്യം ചോദിക്കാം. എത്ര കൊല്ലത്തിനുള്ളിൽ കെട്ടണം? വരും കൊല്ലം നമുക്ക് പരിപാടി നോക്കേ. പ്രായമില്ല, 24 വയസ്സുള്ളൂ. അതോ സംസുഖ 35 വയസ്സ് 30 വയസ്സ്. ഇവന് 28. 5 ഒരു ഇതില്ലേ? ഞമ്മക്കൊരു 28 ഇൻഷാ അല്ലാഹ് അല്ലേ? 28 നല്ല പ്രായമല്ലേ? കൊറേ അങ്ങ് പോകില്ലോ. ഇപ്പം ബാപ്പിയൊക്കെ ശരിക്കും നിൽക്കണോ ഒപ്പം കിട്ടണം പോലും. ആണോ? വാപ്പിയമ്മയൊക്കെ ഹെൽത്തി ആയി നിൽക്കുമ്പോ കെട്ടണം. അപ്പളേ ഒരു മജ ഉണ്ടാവുള്ളൂ. പ്രായം വിഴുങ്ങിയില്ലല്ലേ? ഒരു മരോള് കയറി വരാണ് പൂജ അറിയാം. ഓൽക്ക് കൂടുതൽ ഞാൻ നിന്നെ കെട്ടണേ. നിങ്ങളോട് പറയണ്ട ഇപ്പൊ ചീമച്ചൊക്കെ ഇത് വന്നാണ്ട്. നിങ്ങൾ ദൂതനാട്ടോ, ദൂതൻ. വല്ല ഓലത്തൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വ്ളോഗിൽ ഇങ്ങനെ വരുത്തി വിടുക. ആ കൊണ്ടുവരാം. 2-3 ദിവസത്തിന് നിൽക്കാനാണ് ഞാൻ വേറെ കുറെ ആൾക്കാരെ കൊണ്ടുവരാം. എന്നും കൊണ്ടുവരണല്ലേ? അല്ല വിരുന്നെന്ന് പോയിക്കോളൂ. വാ പുതിയാപ്പിള. പുതിയാപ്പിള ഇതുവരെ ഇടാത്ത കുപ്പായിട്ട് പുതിയാപ്പിള ബ്ലഷ് ചെയ്യണ്. കുരു വന്നിട്ട് ചോന്നതാ കേട്ടോ. പുതിയാപ്പിളിനെ നമുക്ക് 2 മിനിറ്റ് ചോദ്യം ചെയ്യാം. അപ്പോൾ പുതിയാപ്പിള ഇനി മുതൽ ഞാൻ എവിടെയും പിടിച്ചാൽ കിട്ടൂല. കാരണം ഓൾ കേരള വൈറൽ കല്യാണം അസോസിയേഷൻ ലിസ്റ്റിലേക്ക് ഈ ഒരു കല്യാണം ഇടിച്ച് കയറിയത് കൊണ്ട് അപ്പം പുതിയാപ്പിള ഇനി പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ്. പുതിയാപ്പിളക്ക് ഒരുപാട് ഇൻ്റർവ്യൂ, ഒരു 35 ചാനലിൻ്റെ ഇൻ്റർവ്യൂ ആണ്, കപ്പിൾ ഇൻ്റർവ്യൂ, ലവ് സ്റ്റോറിയും ചോദിച്ചു വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഷാനൂസ് ഫാമിലി പറഞ്ഞ വ്ളോഗ്, പുതിയ വ്ളോഗ് ഇവിടെ സ്കൂൾ ഗ്രൂപ്പൊക്കെ പോകാല്ല. അപ്പൊ ഷാനൂസ് ഫാമിലി ഹോംലി വ്ളോഗ്സ് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഷാനു എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്? മേലെ പോയിക്കോട്ടെ വെച്ച് ജൊന്ന് മാറിന ജൊന്നും എന്നല്ലേ. എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം ഉണ്ടെന്താ
തലവേദന ഉണ്ടോ അങ്ങനെ ഇങ്ങനെ അത്ര നടക്കുക തല കുടുങ്ങി കെട്ടി കുടുങ്ങി അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പറയും കുറേ ഫുഡ് കഴിച്ച് കാണില്ല നമ്മൾ കുറച്ച് കഴിക്കുള്ളൂ. ഹാപ്പിയാണ് ജീവിതം, ലൈഫ് ഹാപ്പിയാണ്. ഷാനുണ്ടല്ലോ മിഞ്ഞാന്ന് പെരുന്തൽമണ്ണ പോയപ്പോഴേ ഡ്രെഡിനെ ബാക്കിൽ സ്കൂട്ടി വെച്ച് ഇങ്ങനെ വന്ന് ആ സീൻ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ അങ്ങനെ കാണാത്ത സീനല്ലേ, അതായത് നമ്മൾ ലൈഫിൽ ഇതുവരെ കാണാത്ത ഫ്രെയിംസിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് തരിച്ചു പോകും. ഞാൻ പെട്ടെന്ന് പേടിച്ച് എന്താ കോമഡി വേറെ കോമഡി ഉണ്ട് ഈച്ചിനറിയാം. അത് നിഹാലും സൽമാനൊക്കെ ഉണ്ട് സ്വകാര്യമായിട്ട് വിളിക്കണേ എന്നിട്ട് പറയണേ എടാ വേഗം എങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ആവണം, നിങ്ങൾ എൻട്രി കണ്ടപ്പോ പൂതിയായി പോയി. നിഹാൽ സീരിയസ് ആയിട്ട് സത്യം പറഞ്ഞ കരച്ചിരുന്നല്ല, പിന്നെ അവിടുന്ന് കരയാൻ എല്ലാരും ഊക്കൂലേ. എനിക്ക് ശരിക്കും സങ്കടം വന്നടാ, കണ്ണെന്നാണ് വെള്ളം വരാനായിരുന്നു. ഓല മുന്നിൽ കരഞ്ഞവനെ റെഡി ശരിയാവില്ലായിരുന്നു. ഞമ്മക്ക് ഇത്ര സങ്കടം ഉണ്ട്, ഓൽക്ക് എത്ര സങ്കടം ഉണ്ടാവും. എന്നോട് ചോദിച്ചു അപ്പൊ എങ്ങനെ ആദ്യം വീട്ടുകാർക്ക് അങ്ങോട്ട് വിട്ടാൽ അറിയുന്ന ആൾക്കാരാണ് നല്ല സുഖമാണ്. ഇപ്പൊ ഓള് വീട്ടിലാണ് ഉമ്മാനായിട്ടും കമ്പനിയാണ്, ഞാൻ ഓളെ വീട്ടിലാണ് ഉമ്മാനായിട്ട് കമ്പനി ഒരിതുണ്ട്. അപ്പൊ നിഹാലോട് പറയും അങ്ങനെ വേഗം കുട്ടീനെ സെറ്റ് ആക്കണം, ഉമ്മാനായിട്ട് കമ്പനി ആക്കി കഴിഞ്ഞാല് പരിപാടി സുഖമായല്ലോ. അപ്പൊ നിഹാലിന് പറ്റുന്ന കുട്ടികളെ സൽമാനും. അപ്പം ഷാനും ഇങ്ങനെ ബൈക്കുമ്പോ ഡ്രെഡിനായിട്ട് ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ഫസ്റ്റ് എന്താ ചെങ്ങ ഇങ്ങനെ വരുന്നു അല്ലെ അതിനെ നിക്കാ കഴിഞ്ഞാണല്ലോ കുഴപ്പമില്ല. അപ്പം ഷാനുവിൻ്റെ ഉപ്പ വന്നിട്ടുണ്ടോ അവിടെ? ഇത് ഷാനുവിൻ്റെ മൂത്തമ്മാൻ്റെ ചെക്കനാണ് കേട്ടോ. ഹായ് ഹായ്, എന്താണ് പേര്? ഷാമിൽ. ഇനിയിപ്പോ ഈ വ്ളോഗ് ചെയ്ത ഷാമിലിന് കുറച്ച് ക്രഷും ബ്രഷൊക്കെ ഉണ്ടാവും. ഷാമിൽ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഷാമിൽ പിന്നെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ബാംഗ്ലൂരാണ്. അപ്പൊ ബാംഗ്ലൂരുള്ളവരൊക്കെ ഷാമിലിന് എന്ത് ചെയ്യാ, മെസ്സേജ് അയക്കുക. ഷാമിൽ ബ്ലഷ് ചെയ്തു. ഷാമിൽ ഷാമിൽ കല്യാണം നോക്കണ്ടോ? ഇവിടെ വേറൊരാള് പ്രമുഖ വ്യക്തി അദ്നാനോസ്കി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്നാനോസ്കിനെ പിന്നെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേട്ടോ, പുതിയ വ്യക്തിയല്ല. കഴിഞ്ഞ ബ്ലോഗിൽ കയ്യേറിയ വ്യക്തിയാണ് അദ്നാനോസ്കി. സൗദിയിൽ നിന്നും കല്യാണത്തിന് മുമ്പായിട്ട് എത്തി. സൗദിയോടുള്ള ആ ഒരു സ്നേഹം തന്റെ ജേഴ്സിയിലൂടെ പച്ചയും വെള്ളയും സൗദി ഫ്ലാഗിന്റെ കളറിൽ കുപ്പായമിട്ട് റേഡിയോ ശീലല്ലേ ഓവർ സൈസിൽ കുപ്പായമിട്ടിട്ടാണ് അദ്നാനോസ്കി ഇന്ന് സൽക്കാരത്തിന് എത്തിയിട്ടുള്ളത്. യൂഷ്വലി സൽക്കാരത്തിന് പോലെ മാത്രമല്ല വിളിച്ചില്ലേ, നമ്മളെ വിളിച്ചല്ലോ. യൂഷ്വലി അളിയനുള്ള ഇടങ്ങാറ് എന്താ അറിയോ, കുറെ പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടു, അളിയന്മാരെ എവിടെ സൽക്കാരത്തിന് വിളിച്ചില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇടങ്ങാറ് എനിക്ക് ഉണ്ടാവരുത് എന്നുള്ളത് എനിക്കൊരു കൺസേൺ ഉണ്ടായിന്. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ തീർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഷാനുവിന്റെ ഹിൻലെസിന്റെ മൂന്നാമത്തെ പാർട്ണറാണ് ഓടുന്നത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്താ വർത്തമാനം? സുഖാണ്. ചെത്ത് ലുക്കിലുണ്ട് ഇറങ്ങിയാലോ? നമ്മളെല്ലാം ചെത്തനല്ലേ, ഫുൾ സെറ്റപ്പില്. എനിക്ക് പ്രായത്തിലാണ് ഒരു 40 കുറച്ച് പറയില്ലേ 65 ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ എത്രയായി? അപ്പൊ ഞാൻ 61 ഞാൻ വെറുതെ ചെയ്നി എല്ലാം കഠിനാധ്വാനങ്ങൾ ചെയ്തോളാം. വായങ്ങനെ വെച്ചൊക്കെയല്ലേ വരണ മുന്നില്. അപ്പം ഷാനുവിന്റെ എപ്പോഴല്ല ഒരു മിനിറ്റ് പോലും അടങ്ങിക്കണേ ഞാൻ കാണില്ല. ഫുള്ള് തൊടു മൊത്തം എന്തായി വായ. പിന്നെന്താ ഉള്ളത്? പിന്നെ ഇവിടെ 5-6 തെങ്ങുള്ളൂ. തെങ്ങ് പിന്നെ ആ വായ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ പ്ലാവിന്റെ തൈകള്, അതായത് തേക്കുണ്ട്. അവിടെ വലിയ തേക്കുകൾ തന്നെ മുന്നിൽ. അതൊക്കെ നമ്മൾ വെച്ചതാ. അത് മാഗണി വെട്ടി. അത് പോകാൻ പറഞ്ഞു ഇപ്പോഴത്തെ 25 ഉറുപ്പ്യൊക്കെ അത് കൊടുത്തു. മാഗണിക്ക് പൈസ ഇട്ടാറേ. അന്നാണ് മരങ്ങളെ റേറ്റ് മനസ്സിലാവണേ. കൊടുത്ത ആളിപ്പോഴും ഞാൻ ഇതുവരെ മരക്കച്ചവടത്തിൽ ഇറങ്ങിയില്ല. പിറ്റേഷൻ 15 ഉറുപ്പ്യ കിട്ടാനാ. ആണോ? അപ്പൊ വ്ളോഗ് കാണണ്ടേ കൊടുക്കട്ടോ. അപ്പൊ അതിന് പൈസ കൊടുത്ത് വിടി മരം പറ്റി കൊടുത്തു. എന്നിട്ട് അപ്പോൾ 15 ഉറുപ്പ്യ കിട്ടാനാ. ഓക്കെ. അപ്പൊ ഷാനുവിന് എന്തെയില്ല, ഷാനുവിന് എല്ലാത്തിന്റെ മാർക്കറ്റ് അറിയണി. പക്ഷെ മരത്തിന്റെ മാർക്കറ്റ് ഷാനു പഠിക്കണത് സ്വന്തം പരിത മാഗണി വെട്ടിക്കൊണ്ടായപ്പോഴാട്ടോ. പിറ്റേസ് എന്നോട് ഒന്ന് പറഞ്ഞു, ഒരു 4 മാഗണി എവിടുന്നേലും തൈ കിട്ടാണെങ്കിൽ ഇപ്പളേ സൈസ്. അല്ല ആ മുന്നത്തെ സ്ക്വയർ എന്തിനാ?
കിണറാണ് അത് അവിടെ അത് പൊളിച്ചത് എങ്ങനെ അറിയോ? അതിന്റെ ആ ഒരു മൂലയില് ഒരു ഇൻലോസിന്റെ ഓഫീസാണ്. അല്ല അപ്പൊ ഇതുവരെ നോക്കിയിട്ടില്ല, ഒരു ബലം കണ്ടിട്ടില്ല. അവിടെ ഒരു നെറ്റ് കണ്ടില്ല ഇതിന് മേലെ, ആ കിണറാണ്. അതെ, അവിടെ ആ മൂലയിൽ ഒരു പ്ലാവ് ഉണ്ടായിന്, അപ്പൊ വെട്ടിയിട്ടുള്ളൂ. അപ്പൊ അവിടെ ഇങ്ങനെ കഴിഞ്ഞ് ഇനിയിപ്പം ബ്ലോഗിൽ പറയാൻ പറ്റില്ല. ഒന്നും കുഴപ്പമില്ല. അങ്ങോട്ട് വിളിച്ചോ. എന്നിട്ട് അല്ലെ അത് പിന്നെ പറയാം. അവിടെ കൊറേ ജോലി ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഇടയില് അതായത് വർക്കിംഗ് ആയി നിൽക്കുന്നോണ്ടാണ് ഈ ചുറുചുറുക്കോടെ ശരീരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലേ? ഇത് പറയാൻ പറ്റാത്ത വർക്കിംഗ്. ആദ്യത്തെ വർക്കൊക്കെ ഇവർ ചെറുപ്പം കഠിനാധ്വാനം ഒന്നും ഇവർ അറിയില്ല. അതൊന്നും ചെറിയ കുട്ടികളല്ലേ, അതിൽ പറയാൻ പറ്റില്ല. അത് കുറെ അധ്വാനിച്ചിരിക്കണം. അതായത് എല്ലാവരും അപ്പന്മാരും അത്യാവശ്യം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇന്നീ കാണുന്ന നിലയിൽ ഞങ്ങളൊക്കെ നിങ്ങളായാലും എല്ലാവരും എത്തിച്ചെടുത്തത്. ഹാറ്റ്സ് ഓഫ്. അപ്പോൾ ഷാനുവിൻ്റെ ഉപ്പാനെ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒരു കമൻറ്റ് ചെയ്യുക. ഷാനൂസ് ഇപ്പം അല്ല എന്ന് പറഞ്ഞ കമൻറ്റ് കേട്ടോ. ശരി, അപ്പം അവിടെ മറ്റോനെടുത്തു അമ്മോനെ കിടക്കാം. അപ്പൊ ഹിൻലേസിന്റെ ഓണർ ഓർഡർ എടുക്കാൻ പോവാണ്. ഇവിടെ മേലക്കോ ഹിൻലേസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഷാനുവിന്റെ ആറ്റിലായ അനിയത്തിയാണ് കേട്ടോ. എവിടെയാ പഠിച്ചത് ജി? ഞാൻ ഇവിടെ പഠിക്കുന്നു, ഞാൻ കോഴിക്കോട്. എന്തിനാ പഠിക്കാൻ പോയില്ലോ? SSC പഠിക്കാൻ പോയി. EMA കൊണ്ടോട്ടി ഏത് കോളേജിലാണ് പഠിച്ചത്? EMA കോളേജിൽ കേട്ടോ. അപ്പൊ നബീലിന്റെ ജൂനിയർ. ആ ഒരു തെറ്റ് മാത്രമേ ഇപ്പം ഇപ്പോൾ ചെയ്തതായിട്ട് ഞാൻ കാണുള്ളൂ. നബീൽ അല്ല വ്ളോഗ് എടുത്ത് ഇങ്ങനെ പോയില്ലോ. അത് കിട്ടും, വിളിച്ചു നോക്കിയാൽ മതി. മേലക്കോ ഇനിയോ സംസൊക്കെ വെക്കൽ തുടങ്ങിയോ? കിട്ടിയില്ലേ? എന്താഗ്രഹം? ലൈറ്റ് ഉണ്ടോ? ഓ 100 ആഗ്രഹം നടത്തി കൊടുക്കും ഞാൻ. ചേച്ചിക്ക് എന്താഗ്രഹം എന്നോട് പറഞ്ഞാൽ മതി. ഒന്നും കൂടി വെക്കണോ? ഒരു പാട്ടുണ്ടല്ലോ, ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി. ആ പാട്ട് കേട്ടോ ചുമത. ഇൻസാനിലെ കേട്ടുക്കണോ? ഇൻസാനിലെ കേട്ടുക്കണോ? ഞാൻ കേൾക്കാനിച്ച് എന്താ ചിറാപ്പുഞ്ചിയോ? പുഞ്ചി അങ്ങനെ പാടുമ്പോൾ കേൾക്കുന്നല്ലാതെ. ഓ ഭാഗ്യം. പിന്നത്തെ പുഞ്ചി കേൾക്കാച്ച സാധനല്ലേ. എന്റെ പെരിയിലോ എന്നെ ഫുള്ള് കേട്ടിട്ടില്ലേ? ചിറാപ്പുഞ്ചി കേട്ടിട്ടുണ്ടല്ലോ. ചിറാപ്പുഞ്ചി തുടങ്ങിയ മഴയാണ്. അതായത് മെയ് 20, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് 20-നാണ് ഈ മഴ തുടങ്ങുന്നത്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് പകുതിയായി. അതായത് സെപ്റ്റംബർ വരെ നീണ്ടു നിന്ന ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്ന മഴക്കാലമാണ് ഈ മഴക്കാലം. ഇപ്പോഴും അയ്യോ എത്ര ലൈറ്റ് ഉണ്ടോ? ഇതാരും വാങ്ങിയോ? ഗൾഫിലുള്ളവര് നാട്ടിലെത്തിയപ്പോ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഓൽക്ക് വെക്കേഷനില് മഴ നീട്ടി കൊടുത്തു. അത് ശരിയാ. തൈര് വെക്കട്ടെ ചുമത. ഫ്രൂട്ട്സ് ഇപ്പൊ വെക്കണ്ടല്ലോ. എന്താ ഡെക്കറോ? ഹേയ് ഇല്ല, രസമുണ്ട്. പത്തിരി, ആടുകുറുമ, ചിക്കൻ ഫ്രൈ. അല്ല ബിരിയാണി വെക്കണമെങ്കിലേ കുറച്ച് ബിരിയാണി വെക്കണമെങ്കിൽ ഉള്ളി ഓവറൊന്നുമില്ല. ഉള്ളിയൊക്കെ കടന്നോട്ടല്ലോ അത് തിന്നണല്ലേ. ബിരിയാണിയെ 2 സെറ്റായിട്ട് വെക്കേണ്ടി വരും. നൂറ ഇത് തലമാച്ചോ മാലാകനെ പോലെ. നൂറ അവൾ പറഞ്ഞിറങ്ങി. നൂറ എന്തൊരു മാച്ച് എനിക്ക്. സോ ഗുഡ്. ഈ ഡ്രസ്സ് ഇടുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോട്ടണ വരച്ചതോ അടുപ്പിച്ചതോ? ആരെത്ര സൂപ്പറായിട്ട് തയ്ച്ച്. ഹെവി ടൈലർ. Tailed it like a ready-made dress. Stitched into perfection. ഇതൊക്കെ കയാലി തുടങ്ങിയ ഞാൻ പഠിച്ചതാ.
എങ്ങനെയുണ്ട്? അപ്പം ഫുഡ് ഇപ്പോൾ ഔട്ടാ. ആ ഇതല്ലേ അപ്പോൾ ഞാൻ കണ്ടു ഒരു പുതിയൊരു അൺബോക്സിംഗ് ഉണ്ട്. ഹനാൻ നടനായി അഭിനയിക്കുന്ന ക്യൂബ്സ് ഇന്റർനാഷണൽ ഷെരീഫ് ഖാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാട്ടാളൻ സിനിമയുടെ ഒരു സമ്മാനം നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ശീല വെക്കാനാ പറയുന്നത്. ശീലല്ല, ഇത് സ്ക്രീനെ കൂടെ കൊണ്ടുവന്ന വീട്ടിക്ക് സീൻ ഇൻവെൻഷൻ ആയിട്ടത്. സൗണ്ട് കുറച്ച് കൊടുക്കാം. സൗണ്ട് വേണ്ട. പൂജ ഫംഗ്ഷൻ ഓഫ് കാട്ടാളൻ. യു ആർ ഇൻവൈറ്റഡ്. ഇവിടെ കാണിച്ചെടുത്ത നിമിഷം എടുക്കാൻ കഴിയാലോ. ഓ ഡേ എന്റെ കാണാൻ നോക്ക്. പെരും വെയിറ്റ് അല്ലേ ഇത്? എടുക്കാൻ പറ്റീനി? ഇതിന്റെ ചാർജർ ഉണ്ട്. അങ്ങനല്ല, ഇത് ഇതിന്റെ അടിയിലാണ് ആദ്യം, പിന്നെ അത് മേലൊക്കെ വെച്ചാണ്ട് വെച്ച്. അങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇത് എടുക്കണമെങ്കിൽ അത് വലിച്ചാൽ ഞാൻ പറഞ്ഞു ഒരു ഓഫിയ ഇതൊന്നും എടുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സിനിമ കേട്ടോ. ക്യൂബ്സ് ഇന്റർനാഷണൽ. ഡയറക്ടർ പോൾ ജോർജ്, ഷെരീഫ് മുഹമ്മദ്, മ്യൂസിക് അജനീഷ് ലോക്നാഥ്, സ്റ്റാറിംഗ് ആന്റണി വർഗീസ് പെപ്പെ, പ്രൊഡ്യൂസർ ഷെരീഫ് ഖാൻ, നടൻ ഹനാൻ ഷാ അല്ല ഡയറക്ടർ പോൾ ജോർജ്, പ്രൊഡക്ഷൻ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്. ബാ ഭക്ഷണം എടുത്തേക്കാം. കഴിഞ്ഞിട്ടോ? എടുത്തേക്കാം. ഐസ്ക്രീം ഒക്കെ ഇത് കഴിഞ്ഞിട്ടല്ലേ? എനിക്ക് ഏറ്റവും ഉമ്മച്ചിൻ്റെ ഇഷ്ടം, ഞാൻ ഉമ്മച്ചിൻ്റെ ഫുഡുകൾ കഴിച്ചല്ലോ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്ന് ഉമ്മച്ചി സുർബിയാൻ ഉണ്ടാക്കും, പിന്നെ ഉമ്മച്ചി ബീഫ് ബിരിയാണി ഉണ്ടാക്കും. ഉമ്മച്ചിൻ്റെ ബീഫ് ബിരിയാണി അടിപൊളിയാണ്. അപ്പം അത് ഞാൻ പറഞ്ഞ ഉമ്മച്ചിൻ്റെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാനാണ്. പിന്നെ ചിക്കന് സവണപ്പും ഇതൊക്കെ സവണപ്പ് അർച്ചി വരണ പോലെ. അതൊക്കെ അവിടെ വെച്ചോളി, ലാസ്റ്റ് വെച്ചാൽ മതി ഇതൊക്കെ. അയ്യോ ചേച്ചി കട്ടൻ ചായയും കൊടുത്തോളി. എത്ര മോര്? ഇല്ലമ്മ 8 ആക്കുള്ളൂ. 8 ആളുള്ളൂ. ഇവിടെ 2 എണ്ണടാ. ഇവിടെ 2 ആക്കി ഇരുന്നൂടെ? അല്ല ഒരൊറ്റ ട്രിപ്പിൽ എല്ലാവരും ഇരിക്കണാവൂലേ ബണ്ണിൽ? ഓരോ എത്ര ആളുടെ ഫീൽ അഫീൻ തന്നെ എടുത്തോന്നാ. കുടുംബക്കാരെ എടുക്കുമ്പോൾ അറിയാത്ത പോലെ ആണെങ്കിൽ ഇങ്ങനെ എടുക്കാനേ അങ്ങനെ അറിയാത്ത പോലെ നല്ല നോക്കുക. ഓ 8 സ്റ്റിച്ചഡ് ഇൻടു പെർഫെക്ഷൻ. അങ്ങനെയാണ് കുടുംബക്കാരെ ഇമ്മമാര്. ആ ഇത് നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. ഇമ്മമാര് നോക്കാൻ പറയാം. എത്ര ആൾ നോക്കാൻ പറയാം. അതിൽ നമ്മളിങ്ങനെ പോയിരിക്കാം. ഗിഫ്റ്റ് ഇത് ഉമ്മച്ചിക്കാ യൂണിസെക്സ് ആണ് പെർഫ്യൂം വരുന്നത്. അപ്പോൾ ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാരോ വകയാ? ഇത് അവിടെ ഷർഫിയിൽ ഡേ ടു ഡേ അറിയും. ഞാൻ എൻ്റെ ഒരു വർക്കിനെ അപ്പോൾ ഷർഫിയത്തെ ഡേ ടു ഡേന്ന് നമുക്ക് സമ്മാനമായിട്ട് തന്ന 3 പെർഫ്യൂംസ്. ഇത് അടിപൊളിയാ. പിന്നെ ഇതിട്ട് ഒന്ന് ഷാനു കട്ടുക്കണു. ഒന്ന് ഷാനു ഞാൻ കൊടുത്തു. അത് കൊടുക്കല്ലേ? 10 ആളില്ല, 8 ആളുള്ളൂ. ഷാനുവിൻ്റെ പെങ്ങള് 2 പെങ്ങള് ഇമ്മ ഇപ്പ മൂത്തമ്മാൻ്റെ മകന് ഷാനു, ഡ്രെഡിൻ്റെ ഏട്ടൻ. 9 ആളുണ്ട്. അല്ല ഇരിക്കാൻ പറയും ഷാനോ. 9 ആളില്ലേ? മന്ദന ഫിഫ ആ ഒരു പണി ഏൽപ്പിച്ചിട്ടുള്ളൂ. എനിക്ക് നാളെ എന്താ പരീക്ഷ? സ്പ്രേൻ്റെ മണം നോക്കിക്ക. ആടാ ഞങ്ങൾക്ക് ഉറപ്പനി ടൗസർ വയറലായി.
ആ അവസരം ജിമ്മി ബോൾ ചെയ്യാൻ പോകുമ്പോഴേ അറിയാം. അപ്പൊ ബോൾ ചെയ്യാൻ പോകുമ്പോ ഇങ്ങനെ ആവണത് ബോളിങ്ങനെ ആവും. സ്പ്രേ അടിച്ചു ഞാൻ അടിച്ചല്ലേ ഈ ചൊപ്പന അടിച്ചല്ലേ ഫുഡ്ക്ക് അനു അന്നും ഇന്നും കുട്ടികളെ പേര് പറഞ്ഞ് തള്ളാര് തിന്നുന്നുണ്ട്. ഞങ്ങളൊക്കെ എങ്ങനെ വലുതായതാ കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പാ അത് ഞങ്ങൾക്കൊക്കെ ഉള്ളത് എന്നോട് കുട്ടിക്ക് കൊടുക്കണം പറഞ്ഞ വലിയ പ്ലേറ്റിൽ കുറെ ചോറ് ഇരിക്കി ചെറിയ ടേബിളാട്ടെ നമ്മളത് ചെറിയ ടേബിളാണ്. ഇരിക്കി പുതിയാപ്പിളും പുതിയാണ് ഇവിടെ 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 ഇത് പുതിയാപ്പിളും പുതിയാണ്. ആ പ്ലേറ്റ് എടുത്താക്കാം. ഇരിക്ക് ബ്രെഡിരിക്ക് സൈലന്റ് കില്ലർ അതങ്ങോട്ട് ഇവിടെ പുതിയാപ്പിളാണ് റൊമാൻറ്റിക്. എനിക്ക് സൈഡൊക്കെ ഉണ്ട്. നിങ്ങളെ കുറിച്ച് ഞാൻ പ്രതിപാദിച്ചതിന് കുറച്ച് ഇപ്പൊ അവിടെ ഇരിക്കിപ്പാ. ഓ ഫാൻ ബോയ് മൊമെന്റ് ആണ്. സ്വന്തം ഇത്ര സപ്പോർട്ടുള്ള ഇപ്പനെ കിട്ടില്ല ഞാൻ പുണ്യം ചെയ്യണം. കാരണം സ്വന്തം ഇന്റെ പേര് ചെയ്ത ടീഷർട്ട് കൊണ്ടാണ് ഇപ്പച്ചി വന്നിട്ടുള്ളത്. ഇപ്പച്ചി ഇപ്പോഴാണ് കാണുന്നത്. ആകെ ചമ്മി പോയി തോന്നുന്നു. ഇങ്ങനത്തെ ടീഷർട്ട് എന്താണ് ഇതൊക്കെ എന്ത് ഇങ്ങനത്തെ ഒരു സാധനം ഇട്ട് നോക്കുമ്പോൾ ലാറ്റക്സ് ക്ലോത്തിൽ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സൽക്കാരം എന്താണ് സ്വാവിഷിങ് എന്താണ് മനസ്സിലല്ലേ? ഞാൻ നാണിക്കുട്ടി 10 ഒന്നും കൂടി ഉണ്ടാവും. നല്ല തിന്നുരാ എവിടുന്ന എന്ത് തിന്നേ ഒറ്റക്കോ സ്കൂളത്തെ കുട്ടികൾ അവസരം കിട്ടിയ കുറച്ച് ചോറിട്ട് അത് ലാസ്റ്റ് വെക്കാം. അത് ഇനിയിപ്പോൾ അവിടെ സ്ഥലമല്ല. അത് നമുക്ക് അത് ഐസ്ക്രീമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡൈനിങ് ഹാൾക്ക് വെക്കാം. അല്ലെങ്കിൽ ഓരോ പ്ലേറ്റ് കണ്ട് എടുത്ത് ഓരോ കൈ കഴുകിയിട്ട് നമുക്ക് ലാസ്റ്റ് ഐസ്ക്രീമും ഫ്രൂട്ട്സും ഒക്കെ വെക്കാം. അപ്പം ഇനി ഓല കാണിച്ചു കൊടുത്തത് അപ്പം ഷാനൂസ് ഫാമിലി ഹാവിങ് ഫുഡ് അറ്റ് മൈ ഹോം. വൺ വെരി ലൈക്ക് ലോങ് ലാസ്റ്റിംഗ് ഡ്രീം പിക്ചർ. ഷാനു പുതിയാപ്പിള കുറച്ച് ഞാൻ പുതിയാപ്പിളാണ്. ഞാൻ വെള്ളച്ചായ മാത്രം കുടിച്ചോളാം. ആരെ 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 ഇന്നെ അല്ല ഞാൻ വാരിത്തരാം. അല്ല വിളമ്പിത്തരാം. അയ്യോ അതൊക്കെ അത്ര ഉള്ളൂ. ചെറുതാ ഓന് ഷാനു അങ്ങനെ കൊണ്ടുപോകല്ലോ എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റൂല. അതിനാണ് ആ ഏരിയ എടാ അലവിനെ എല്ലാരും മറന്നിട്ടാ. യാ ബോളിംഗ് ഹൂ നാ ഹൂയ് യേ ഹൂ യാ ചാ ഹൂ
അത് തലമ ആ മലയാളം അറിയട്ടാ തലമുറ അറിയപ്പെട്ടല്ല ആ ഭയങ്കര വിദ്യാഭ്യാസമാണല്ലേ കാണുന്ന ചെറുപ്പമുള്ളൂ എന്നാ കണ്ടോ കാണിച്ചാ ഹൂലക്ക പൂലക്ക നീനക്ക കുട്ടിയാന ഞാനൊരു ആനക്കുട്ടിയാണ് കൊമ്പനാനോ അമ്പ അമ്പ അത് പശുവാണ് ആനയാണേ കേട്ടോ മൂന്നാറിന് അരിക്കൊമ്പന് അമ്പ കൊമ്പനാന കുട്ടികളത് കാണില്ല പേടിക്കണ്ട വന്ന് വേണോ ആനപ്പന്തി കേട്ടിട്ടില്ല ആനപ്പന്തി തമാശ ഇഷ്ടപ്പെടുന്ന ആളാ തോന്നുന്നു വന്നാ കീറിച്ചിട്ട് നിൽക്കാം ഇതെന്താ അയ്യോ പേടിച്ചിട്ടാ ഇത് ഫ്രൂട്ട് സലാഡ് ആർട്ട് സലാഡൊക്കെ ആനയാണ് ആനറിയില്ലേ ഈ കാട്ടിലൊക്കെ ഉള്ള മതിയാന പിടിയാന കൊമ്പനാണ് പന്ത് വേണോ ദാനപ്പന്തന് ഈ പന്ത് വേണ്ടേ ആനപ്പന്തി ഇഷ്ടപ്പെട്ട ഹായ് വാട്ട്സ് യുവർ നെയിം യങ് ബോയ് ഹലോ ആവിന്റെ മണോ കുറച്ചാണ് ആവി പോണ ചെമ്പിനോടെ കൈ വെക്കരുതിട്ടാ കൈയും കൂടി ആവിയായി പോകും ആനന്റെ കൂടെ കളിക്കാൻ നീ ഉണ്ടോ അമ്പേ ആനന്റെ സൗണ്ട് ഉണ്ടാക്കാം ആനന്റെ സൗണ്ട് ആ കറക്റ്റ് നൂറ് ആനന്റെ സൗണ്ട് കേൾക്കൂലേ അത് ആനന്റെ സൗണ്ട് അതാന വിദ്യാഭ്യാസം അതാന ഒരു ജസ്റ്റ് ട്രൈ മാച്ച് ആവൂല അതെന്തമ്മ വലിയ കുത്തി ആദ്യം വെച്ച് അനുസരണ ഉള്ളവനാണ് ഇവൻ ആനപ്പന്താണ് കേട്ടോ പോകുകയാണോ ഇന്നിമാനെ പോകുക ഇടക്കൊക്കെ വരുവണ്ടി നമ്മളിങ്ങനെ കുടുംബക്കാരല്ലേ കുടുംബം തെളിയിച്ച ഇടക്കിടക്ക് കുടുംബക്കാരെ കൂടെ കറങ്ങുവണ്ടി കേട്ടോ ഉമ്മച്ചൊക്കെ എടുത്തു ആ അവിടെ ഉണ്ടോ എന്താ വേണ്ടി പൈനാപ്പിൾ വേണോ ഫ്രൂട്ട്സ് വേണോ ആർട്സ് വേണോ എന്താ വേണ്ടി ഒന്നും വേണ്ട ചെന്ന് പോയി തരുവാന്ന് ആന മതി അപ്പം പൈനാപ്പിൾ ഉണ്ട് ഡിസൈൻ പൊളിച്ചു പൈനാപ്പിൾ ഉണ്ട് ആപ്പിൾ ഉണ്ട് ബിസ്മില്ലാ ഇത് കുത്തി തിന്നാനാ ബിസ്മില്ലാ മാങ്ങ കാണാൻ ലുക്കിലാണല്ലോ ഒടുക്കത്തെ രസം നമുക്ക് ആൾക്കാർ എടുക്കാറോ എന്തേ കോട്ടെ പെണ്ണ പണ്ട്
പൊന്നാണ് ഇത് ഇതൊക്കെ നമ്മളെ ഇവിടെ അല്ലതാ ഇതൊക്കെ ഇവിടെ ഉള്ളതോ? ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ. ഈ സാധനങ്ങളൊക്കെ വിരുന്നാർ വരുമ്പോ എടുക്കാൻ വേണ്ടി എടുത്ത കണ്ടില്ലല്ലോ. ഇത് ഇത്രയും കാലമായിട്ട് ഇവിടെ കണ്ടിക്കണോ? ഞാൻ 10 വട്ടം കണ്ടു. ഒപ്പം നിൽക്കാ പ്ലീസ്. ഒപ്പം നിൽക്കാൻ പറ്റിയില്ലേ? ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കണം. ഞാൻ ഇവിടെ ആണോ ഒരു ഹോൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ മെയിൻ ഈ പാത്രം ഞാൻ ഞാനിപ്പോൾ കാണാം. അത് ഞാനിപ്പോൾ കാണാം. അപ്പൊ ഇതാണ് ഇന്ന് ഇറങ്ങിക്കണ ഫുള്ള് വിരുന്നാർ വരുമ്പോ ഉമ്മച്ചിക്കണ്ടല്ലോ ഇതൊക്കെ എടുത്തുവെച്ചിട്ട് എന്നേലും വിരുന്നാർ വരണ്ടേ. ഇമ്മേ ഈ ചതുരംഗ കളത്തിലുള്ള സ്പൂണൊന്നും ഉണ്ടല്ലോ ഇവിടെ ഇല്ലാത്ത സ്പൂണാ ഇപ്പൊ. ഇതൊക്കെ പുതിയ സ്പൂണാട്ടോ, പുതിയ സ്പൂൺ. ഈ സ്പൂണൊന്നും ഇവിടെ ഇല്ലാത്ത സ്പൂൺ. ഈ സ്പൂൺ വരെ ഇവിടെ ഇറങ്ങി. ഒന്നും ഇവിടെ അല്ല. ഇന്ന് പോയതല്ല, എന്നോ എടുത്ത് 2008 കൂടിയിരിക്കലിന് ഗിഫ്റ്റ് ഇട്ട സാധനങ്ങളാവും ഇതൊക്കെ. അപ്പം ഭക്ഷണം എല്ലാവരും ആസ്വദിച്ച് കളിക്കാട്ടോ. എനിക്ക് ഓലെ അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് വെച്ചാൽ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അപ്പച്ചിയാണ് ഭക്ഷണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഷാനു ഡ്രെഡിനെ പറ്റുന്ന പോലെ എല്ലാം കോരി കൊടുക്കുന്നു. കുടുംബക്കാരുടെ ഇടയിൽ ഞാനൊരു റൊമാൻറ്റിക് ബോയ് ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കാൻ വേണ്ടി അളിയൻ്റെ മുന്നിൽ താൻ തൻ്റെ പെങ്ങളെ എന്നും സംരക്ഷിക്കും എന്ന് കാണിക്കാൻ വേണ്ടി പെങ്ങൾക്ക് വീണ്ടും വീണ്ടും ബിരിയാണി കോരിയിട്ട് കൊടുക്കുന്ന ഷാന്. വേദനയിൽ പുഞ്ചിരി മലയാളം പതിപ്പ്. കുറച്ച് ചായ കുടിക്കാം. പൊള്ളി. ആരത് വളച്ചു? ഹാപ്പി ബർത്ത്ഡേ വളച്ചാണ്. അതെ കിട്ടിയ ഗ്യാപ്പിൽ എങ്ങനെയോ വെച്ചത്. അതെ ലീപ് ഇയർ പറഞ്ഞ മറ്റല്ലേ എപ്പോഴേലും പറഞ്ഞേ. വയസ്സ് കൂടൂലല്ലോ, വയസ്സ് കൂടൂലല്ലോ. ഞാന് കൊല്ലം കൂടുമ്പോഴേ കൂടി വയസ്സാകുള്ളൂ. ഞെട്ടറിന കേട്ടോ ഇങ്ങനെ. അതുകൊണ്ടൊക്കെ അയച്ചിലായിട്ടോ 4 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് എന്നെ കണ്ടത് ഞങ്ങള് നേരത്തെ. മനസ്സിലായോ? വേണോ? ോനെ 4 കൊല്ലം കൂടുമ്പോൾ ഒരു ബർത്ത്ഡേ ഉള്ളൂ. പാവം ഇല്ല കിട്ടുന്ന ടൈമിൽ ആഘോഷിച്ചിട്ട് ഞാൻ പെരി കൊടുത്തു വിടാം കേട്ടോ. കണ്ണു മോറും കണ്ണ് കുത്തണ്ട. ഇമ്മ എല്ലാം എടുക്കള്ളേ. പിടിത്തൊന്നുമില്ലല്ലോ. ബിസ്മില്ലാ. കൂറ്റമ്പാറത്തെ ഇറച്ചി ഫേമസ് ആണ്. കുറുമ ഇഷ്ടപ്പെട്ടോ? ആട് കുറുമ. പത്തിരി ഇരിക്കുന്നത് ഉണ്ട്, കുറച്ച് പത്തിരി. ഫസ്റ്റ് ടൈം അല്ലമ്മ ഓളിങ്ങോട്ട് വന്നിട്ടല്ലേ. ഞാൻ പിന്നെ അവിടെ എപ്പോഴെങ്കിലൊക്കെ പാഞ്ഞു കയറിയിരിക്കണം. അന്ന് ഞാൻ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ മുന്നേ ഇറക്കോടായിരുന്നു. പാത്തു അല്ല പിന്നെ നോമ്പിനൊന്ന് വന്നു. ബഹുമാനപ്പെട്ട ഡ്രെഡ് ഭക്ഷണം കഴിക്കട്ടെ. അയ്യോ എന്നെ ക്യാമറ പിടിക്കില്ലേ. അയ്യോ എനിക്ക് SLR ക്യാമറകൾ മാത്രമേ പറ്റുള്ളൂ. അയ്യോ DSLR ഉണ്ടോ ഈ ഫോണിൽ ബ്ലോഗ് എടുക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. അയ്യോ ഞാൻ പുതുനാരി. അയ്യോ എന്നെ നടക്കത്തില്ല. അയ്യോ ഏടാ കശ്മീല മാന്നിക്കടാ. സെറ്റല്ലേ?
സംസൊക്കെ ഓളിനോളാണ്. ഇത് നമ്മൾ ഓളിനോളാണ് കേട്ടപ്പാ. സാംസൊക്കെ വലിക്കുന്നത് പത്തിരിയൊക്കെ കഴിഞ്ഞിട്ടോ. പത്തിരിയൊക്കെ കഴിയാനായി. കുഞ്ഞുമണി ഇവിടെ ഉണ്ട് കറി. എഴുതുന്നോട്ടെ സമാധാനത്തോടെ. അടുത്തായി കുട്ടിയേറ്. 1 2 3 ആകാശത്തൊരു താരകമുണ്ടൽ തലമുട്ടിയെന്ന് വന്നേണം സ്റ്റാർ പോലത്തെ ലൈറ്റ് ഉണ്ടേൽ അയിമത്തൊട്ടും താഴെയണം. നോക്കട്ടാ 916 നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഷാനുവിൻ്റെ അടുത്ത് കിട്ടി. എന്താ വേണ്ടേ? അൻഷു എവിടെത്തി ഒന്ന് വിളിച്ചു നോക്കോ? അൻഷു എവിടെത്തി ഒന്ന് വിളിച്ചു നോക്കാൻ പറ്റുമോ? അല്ലേ അഹമ്മദ് എവിടെ? അഹമ്മദിനാണ് ആവശ്യം. കുട്ടിണ്ടാവുമ്പോ എങ്ങനെയാപ്പത്? അൻഷു എന്തൊന്നും ഇല്ലതില്. ഇതിന്റെ ഫോട്ടോ ഒക്കെ അത് ഇതിൽ കാണിച്ചു കൊടുക്കല്ലോ കേട്ടോ. നമ്പർ അടക്കം പോയല്ലോ, ഒരു സുഖം ഉണ്ടല്ലോ. ഇല്ല, നമ്പർ പോവില്ല. എന്റെ നമ്പറിലല്ലോ. എടാ എന്റെ അൻഷു എവിടെ എത്തി? സൽമാൻ അടുത്ത് ഇങ്ങോട്ട് വരുമോ? സൽമാൻ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ? അല്ല, ഓൻ വരുന്നില്ലെങ്കിൽ ഇജ്ജ് പോര്, നേരെ പോര്. ഉണ്ടാവില്ല, ഈ ഇങ്ങോട്ട് പോര്, നേരെ വീട്ടിൽ പോര് കേട്ടോ. ഓക്കെ ഓൻ ഉണ്ടെങ്കിൽ ഓൻ എടുത്തോ. എന്നാ പോര്, എന്നാ കൊണ്ടുപോരി. ഓക്കെ, എൻ്റെ കോണ്ടാക്ട് സേവ് ചെയ്ത് കാണിച്ചെന്നാ. എൻ്റെ കോണ്ടാക്ട് സേവ് ചെയ്താണ്ട് കേട്ടോ. ഇതൊക്കെ 4 ആളടിയിൽ എങ്ങനെ ഇത് കാണിച്ചു കൊടുക്കുക? 4 ആളടിയിൽ എങ്ങനെയാണ് പിന്നെ വിളിക്കുക? ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് കോൾ വരുമ്പോൾ ഇങ്ങനെയാണ് കോൾ വരിക. ഇതെന്നോ അറിയോ, ഉച്ചക്ക് ഉറങ്ങി കട്ടായി കണ്ട് വൈകുന്നേരം വെച്ച് ചായ എടുത്തച്ച പണ്ടി ടൗസർ ഇട്ട് വന്നിട്ട് ചായ അടിച്ചായിരുന്നു. അപ്പം എൻ്റെ തലമക്ക് 0.5 ഫ്ലാഷ് അടിച്ചെടുത്ത ഫോട്ടോ അത്. ഞാൻ കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ ഫോണിൽ. ഇത് ഇങ്ങനെ ഉണ്ടായത് എന്താ? നമുക്ക് എപ്പോഴും കോൾ എടുക്കുമ്പോൾ ഒരു ചിരിയോടെ നമ്മൾ എടുക്കും. മറ്റേ ഞാൻ ഇങ്ങനെ മാസത്തിൽ ഇങ്ങനെ കർണാടക ഫോട്ടോ കണ്ടാൽ നമുക്ക് എന്താ ചെറിയ ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാം. അങ്ങനത്തെ അല്ലേ? എന്ത് ടോർച്ചാണോ? ടോർച്ച് നല്ല നൂറ ഇവിടെ വരൂ. അപ്പം ഈ ഒരു വ്ളോഗ് വളരെ ആകാംക്ഷയോടെ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെ ചാനൽ ഏകദേശം 25 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ 25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതിലേക്ക് എത്താൻ നിങ്ങളേവരും എന്നെ സഹായിക്കുക. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബിൻ്റെ ആ ബട്ടൺ, നിങ്ങൾ കാണുന്ന ബട്ടൺ നെക്കി പൊട്ടിച്ചുകൊണ്ട് നമ്മൾക്കായുള്ള സപ്പോർട്ട് നിങ്ങൾ പുറപ്പെടുവിക്കുക, ആഹ്വാനം ചെയ്യുക, അറിയിക്കുക, അർമാദിക്കുക. അനുമോദനത്തിൻ്റെ 1000 പൂച്ചെണ്ടുകൾ സബ്സ്ക്രൈബിൻ്റെ ഭാഗത്തോടെ, സബ്സ്ക്രൈബിൻ്റെ രൂപത്തിൽ നിങ്ങളെല്ലാവരും അറിയിക്കുക. വീഡിയോക്ക് ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക. ഇന്ന് വളരെ സൂപ്പർ വ്ളോഗാണ്. പക്ഷേ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ എൻജോയ് ചെയ്തെടുക്കുന്ന ഒരു വൺ ഓഫ് ദ വ്ളോഗ് അല്ലത് അല്ലേ അനുവ? അല്ലേ? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൈറ്റ്? അതായത് ഇന്ന് ഒരുപാട് കാലത്തിന് ശേഷം നമ്മളെല്ലാവരും ഇങ്ങനെ കൂടുന്ന ടൈമിൽ ഇവിടെ ആഡ്രിപ്പിക്കോസ് അല്ലേ? ancestors and like apricot fruits. Yeah. Happy or sad? Happy. Always sad. Happy. Okay. I am sad. Why are you not asking me why? You asked me after I asked you. Malayalam. I am dead today. I am enjoying very much with each one of you. പൊത്തിച്ചിരി കുഞ്ഞിച്ചിരി എനിക്കവിടെ ഇഷ്ടപ്പെട്ടവനെ അയ്യോ ബാക്കാനുള്ള ബാക്ക ഒറ്റക്കുള്ളൂ പോരെ. ഷാനുവേ അവന്റെ കല്യാണം കഴിഞ്ഞോണ്ടേ വരി ബാക്കൊക്കെ വരി.
അയമുദ്ദീൻ നിന്നെ ഞാൻ എരിഞ്ഞ് കഷ്ടമാക്കി വിട്ടു. നിന്നെ ഞാൻ സ്നേഹിച്ച കൊല്ലുമില്ല. നിന്റെ പേരെന്താട്ടെ? നിന്റെ ഊരെവിടെയാട്ടെ? ബാക്കാക്ക എവിടുന്ന് വരുന്നേ? എവിടുന്ന് വരുന്നേ? മൂത്തടന്ന് വരിക? സുഖം സുഖം. അപ്പം ഇതിൻ്റെ അമ്മോനാണ് കേട്ടോ മുത്തേടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ആറ്റലായ മോനാണ് ഇരിക്കുന്നത്. ബാവുക്കാക്ക ടാറ്റ ടാറ്റ. ബാവുക്കാക്ക ടാറ്റ. ഹായ്. ജിം ഉദ്ഘാടനം കഴിഞ്ഞോ അവിടുത്തെ? ഞാൻ വരണ്ടേ? പോലെ തുടങ്ങിയോ? പോമോഗ്രാനേറ്റ് മങ്കികളെ പോലെ എടുത്ത് വെച്ചേക്കാം. അന്നടുത്ത മാതിരി ഫുള്ള് എടുത്ത് വെച്ചേക്കണം. കണ്ടോ എടുത്ത ചെക്ക സൈഡിലെല്ലാം. സെനൂബലി ജൂനിയർ ഇങ്ങനെയാണ്. ഫുഡ് കഴിച്ചോ ഷാനോ? ഫുഡ് എങ്ങനെ ഉണ്ട്? ഒക്കെ ഹോം മെയ്ഡ് കേട്ടോ. അവിടെ കുറച്ച് ഓറ മൈനസായി. ഒന്ന് കൂട്ടി തന്ന. ഇതാണ് ഡിനോസർ. 1200 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന ഡിനോസർ. നീ കണ്ടിട്ടുണ്ടോ ഡിനോസറിനെ? എന്നാ ഞാൻ കണ്ടിട്ടില്ല ഡിനോസറിനെ. പൊടി എയറിലിരുന്ന് തിന്നടാ. ഓ അങ്ങനെ തട്ടു ആണോ? എയർ പൊക്കി പിടിച്ചിട്ട് നാളെ വന്ന ചിരിട്ടോ. തിന്നാ മാത്രമേ തൊള്ളവർക്കാം. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ബാക്കി വിഷയങ്ങളും സംഭവങ്ങളും കാണാം. ഒന്ന് ചിക്കു, ഒന്ന് മാംഗോ. അതാ കണ്ട ഞാൻ എടുക്കട്ടെ. ഇങ്ങനെയല്ല എടുക്ക ഈസാനെ. ഇങ്ങനെ എടുക്ക. എടാ അത് കംപ്ലൈന്റ് കേട്ടോ. സോറി മുത്തേ. ഇതെന്തിനാ പിന്നെ? എടാ അതിന്റെ സിസ്റ്റം മാറിയിക്കണേ. ഇതുണ്ടല്ലോ, ഇത് അടിയിന്നാണ് കോരണ്ടേ, ഇത് മേലെ കൂടെ കോരണേ. ഐസ്ക്രീം ഞാൻ തരാട്ടോ. എടുത്തോ. ഇപ്പ ചിക്കു ആണോ? ആദ്യം കുറച്ച് പോമോഗ്രാനേറ്റ് ഇടാം. ഇനി ഏതാ വേണ്ടി? ഇനി ഏതാ വേണ്ടി? അത് മതി. ചിക്കു ആണോ ചക്ക ആണോ? രണ്ടോ? ഇത് ചക്ക ഐസ്ക്രീം. തട്ടിക്കോളി. ഇത് ചിക്കു ഐസ്ക്രീം. ഇത് ചിക്കു ഐസ്ക്രീം. അത്രേ ഉള്ളൂ. ഇനി വേണേ ഇനി പറഞ്ഞോളി. ഫ്രൂട്ട്സ് മാത്രം എടുത്തോളൂ. കുറച്ച് ചിക്കു ഐസ്ക്രീം. ഇതെടുത്തോ. ചക്ക. ചക്ക ആണോ ചിക്കു ആണോ? ചക്ക. ചക്ക ഇത് ചിക്കു. ചക്ക ചിക്കു. ചിക്കു അതാ ജങ്ക ചിക്കാറല്ലേ? അതെ ഏതാ വേണ്ടി? ചിക്കു ആണോ ചക്ക ആണോ? ഏതായാലും മതി. ചിക്കു ഇട്ടോക്കി. ചിക്കു ആണോ ചക്ക ആണോ? ആ ഇത് ചിക്കു ആണ്. മറ്റേ ചക്കയാണ്. അല്ല ഐസ്ക്രീം വെറൈറ്റി ആണ് പറഞ്ഞേ. എന്താ എല്ലാം കഴിച്ചോളിന്ന്. സാൽക്കാരല്ലേ അടിച്ച് കയറട്ടെ ഷുഗറും കൊളസ്ട്രോളൊക്കെ. ഇനി കുറച്ച് ചിക്കു, കുറച്ച് ലേശം. അതൊക്കെ അത്ര ഉള്ളൂ. അല്ലല്ല ചിക്കു ചിക്കു ചക്ക. ഇനി എന്താ വേണ്ടി? ആരാ? സൽമാനെ. ആ അപ്പൊ ഈ വരുന്നില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.
ഇനി പരിപാടിയൊന്നുമില്ല. ആ നാളെ കോഴിക്കോട്, പിന്നെ ഇന്റർനാഷണൽ. ഓക്കെ നോ പ്രോബ്ലം അയ്യോ ഓക്കെ ഓക്കെ. ഓ ഡ്രഡൊന്നും കിട്ടുന്ന എൻ്റെ ഒരു മടിയോ ഒന്നും കിട്ടുന്ന. ഓ പിന്നെ ആ സൈഡിൽ നിർത്തോർക്ക്. ആ എന്താ വേണ്ടി പറയും, എന്താ വേണ്ടി പറയും. ഇവിടെ സെർവ് ചെയ്യലുള്ളൂ കേട്ടോ ഡ്രഡെ. പറഞ്ഞു ആദ്യം കുറച്ച് ജാക്ക് ഫ്രൂട്ട് ഇടുക, പൈനാപ്പിൾ. ഓ അത് കുത്തിയെടുക്കുമ്പോൾ തൽക്കാലം കഴിയും. നമുക്ക് ചോർന്നായിരിക്കണേ. അതിൻ്റെ തന്നെ സ്റ്റൈലാക്കല്ലേ. എന്നാ കുറച്ച് പോംഗ്രാനൈറ്റ്. കാര്യം ഇവിടേക്ക് വരാൻ വേണ്ടി മാത്രോ? ഓ പൊലിവുള്ള പുതിയ നീ തന്നെ ഷാന പുതിയ എടുത്തോ? ഓ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ആണോ? ചക്ക ഭയങ്കര ടേസ്റ്റ്. ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ആണ് ഒടുക്കത്തെ ടേസ്റ്റ്. ഓ ഏതാ വേണ്ടി? ഞാൻ എടുക്കുമ്പോ എന്റെ ഭാര്യക്ക് എടുത്തു കൊടുക്കണം. ആ അതാണ് പഠിച്ചോൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നീ ഉണ്ടില്ലെങ്കിലും അത് ഖുർആനിൽ പറഞ്ഞ ആരോരും പറഞ്ഞത് പറയില്ല. ആ എൻജോയ് ചെയ്യുന്നുണ്ട്. അതാരാ പറഞ്ഞേ? അത് മറ്റേ ആ ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിനല്ലേ നീ ഉണ്ടില്ലെങ്കിലും അവളെ യേശു പറഞ്ഞു. ഓക്കെ അപ്പൊ ക്രിസ്ത്യൻ കല്യാണത്തിനുള്ളതാ. ഓക്കെ ഇപ്പൊ മതേതര വിഷയങ്ങൾ ഉണ്ടാക്കി. ഇനിയിപ്പോ ഞാൻ ഇപ്പൊ തന്നെ അത് ക്രിസ്ത്യൻ കല്യാണത്തിൽ നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. അപ്പം നല്ല കാര്യം ആണ് പറഞ്ഞത്. അപ്പം നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടുക, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കുക അല്ലേ? ഡ്രഡ് ഞാൻ ആ ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്നു. അല്ല കോല് മാത്രമേ ഉള്ളൂ. ബിരിയാണി തരുമോ? നിങ്ങളെല്ലാവരും റെസ്റ്റ് എടുക്കിട്ടോ? ആ അല്ല ഞങ്ങൾ തിന്നണ്ടേ. ഡ്രഡ് പോലെ പായല്ലേ. ഈ എങ്ങനെ കല്യാണം കഴിഞ്ഞ എത്ര ദിവസമായി? കല്യാണം കഴിഞ്ഞ എത്ര ദിവസമായി? ഇപ്പോൾ 18 4 ദിവസം. 4 days? Yeah, 4 days. Alla വേണ്ട. 4 days, 17 hours. You happy? You happy? Yeah, I am very much happy. When you guys are going to Thailand? No Thailand. But international trip is loading. No? My husband is going with this husband. No, we are going for work. We are not going for honeymoon. We are going for എന്നെ work. കല്യാണം കഴിച്ചിട്ട് ഹണിമൂൺ പോണത് ഹനന്റെ കൂടെയാണ്. അല്ലട്ടോ ഫസ്റ്റ് ഹസ്ബൻഡ് അല്ലട്ടോ. അപ്പം കല്യാണം ആസ്വദിക്കുന്നുണ്ടോ കല്യാണം ജീവിതം? കുടുംബത്തിലൊക്കെ ഒരു വാല്യൂ കൂടിയോ? ഓ ഹാപ്പി? ഓ ഹാപ്പി. ഇല്ല പണ്ടത്തെ അത്ര വില പോലും തരുന്നില്ല. അങ്ങനൊന്നുമില്ല. നിങ്ങള് വന്നോണ്ടാണ് എനിക്ക് കൊടുക്കാത്ത വില. എന്ത് ഹനൻ വരുന്നുണ്ടോ കല്യാണത്തിന്? ഹനൻ വരുന്നുണ്ടോ എന്നാ ഞങ്ങളുണ്ട്. അങ്ങനെ ഞാൻ അതാ കൂടി. എനിക്ക് എൻട്രീന്റെ ടൈമിലൊക്കെ തോന്നുന്ന ആൾക്കാർ ഞങ്ങൾ എൻട്രി ഒന്ന് കാണട്ടെ. അവസാനം ഞാൻ ഫോട്ടോ ഒക്കെ കഴിയുമ്പോൾ ഡ്രഡ് ഇങ്ങനെ കറങ്ങാം. അപ്പം ഹാപ്പിയാണ്. അൽഹംദുലില്ലാ ഹാപ്പിയാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ബെഡ് എങ്ങനെയുണ്ട്? ഓ നല്ലുണ്ട്. കടക്കാന് സൂപ്പർ അല്ലേ? പണ്ടത്തെ സ്മെല്ലുണ്ട്. പുതിയ സാധനം എല്ലാത്തിനും സീറ്റ് കവറും ഒക്കെ അങ്ങനത്തെ സൂപ്പർ അല്ലേ? നിങ്ങൾ നോക്കിയാ? അല്ല ഇന്നലെ പല പെരയില്ലേനല്ലോ. അപ്പൊ നോക്കിക്കൂടെ? ഇനിയോ ആണോ? റൂമിലൊക്കെ ഇത് പോയോ? ആണോ? ഓക്കെ ഓക്കെ ഉമ്മക്ക് കംപ്ലൈന്റ് ഇല്ല. പ്രൊട്ടക്റ്റീവ് എന്ത് മദറാ പറയാ? മദറില്ല. പ്രൊട്ടക്റ്റീവ് മദറില്ല കേട്ടോ. പെങ്ങന്മാരൊക്കെ പറഞ്ഞു തന്നപ്പോ അത് കുഴപ്പമില്ല. ഞാൻ എന്റെ അടുത്ത് തന്നീന് ചാവി പറഞ്ഞു. സാധനങ്ങളുണ്ടാവുമല്ലോ. ഇന്ന സാധനങ്ങളൊന്നുമില്ല. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഓ നല്ല തന്നെയാണ്. ചേച്ചിയെ നമുക്ക് ഇരിക്കണ്ട എല്ലാവർക്കും? എല്ലാവരും
നമ്മളെല്ലാവരും ഞാൻ നിങ്ങൾ ആഴ്ചമാത്രേക്ക് വിളിക്ക് ഒപ്പിരുന്ന് കഴിക്കാം. നമ്മളയക്കാം. ഈച്ചു ആഫി ഷംസുക്കാക്ക എടുക്കട്ടോ. അതിനാണ് ഭക്ഷണം ഇഷ്ടപ്പെട്ടോ? ഒക്കെ ഹോം മെയ്ഡ് ആണ് കേട്ടോ. എന്താണ്? ഒക്കെ ഹോം മെയ്ഡ് ആണ്. ഹോം മെയ്ഡ് ആണ്. ഈ ഡ്രാഗൺ ഫ്രൂട്ടും അത് ഹോം മെയ്ഡ് അല്ല. അതല്ല ചക്കയും മിക്സ് ചെയ്തോക്കാം. സെറ്റാ ജീവൻ നടന്നോ? എൻ്റെ ഏട്ടനെ പോലെ ആക്കി ഓന് എക്സ്പെരിമെന്റ് ചെയ്തു. മറ്റേ ഇങ്ങനെ ഉറുമാമ്പഴം പൊറുക്കി തിന്നാതെ ഇപ്പം ചക്കയും ഉറുമാമ്പഴം മിക്സ് ചെയ്തു. ചക്കയും ഡ്രാഗൺ ഫ്രൂട്ടും. ഷാനു തിന്നൂല. അതിനാണ് ഇന്നെ വിളിച്ചത്. ഇരിക്കി ഡ്രെഡിന്റെ അമ്മോനാട്ടോ. ഡ്രെഡേ ഇരിക്കാം. അമ്മച്ചിനാങ്ങളാ ആയിഷമാതാ. പിന്നെ വരി ഫുഡ് കഴിക്കാം. വരി സംസാരം ചേച്ചി വരി. ഒറ്റ ട്രിപ്പിൽ നമ്മളെല്ലാവരും ഹെവി ട്രിപ്പ്. നിങ്ങൾ ഇവിടേക്ക് ആദ്യമായിട്ട് വരല്ലേ? ഇതാണ് ഷാനു ഊണും ഉറങ്ങി നടക്കണ വീട് ഫുള്ള്. ഒപ്പം ഇപ്പൊ മനസ്സിലായി. ഇവിടെ നിങ്ങൾ കണ്ടിട്ടാണല്ലോ ഷാനു ഞാൻ ഇരുന്ന് ഉണ്ടായിക്കണേ. യൂട്യൂബിൽ കണ്ടിട്ടില്ല. കുറച്ച് ഇടയ്ക്ക് എന്നോട് പറയലുണ്ടല്ലോ ഓട്ടോറിക്ഷല്ലേ. പോരും ആഴ്ച മാത്ത പോരും. അതങ്ങനെ പോയി. എടാ അഫീഫേ ഇത് ഉറുമാമ്പയം നിന്ന് പള്ളർപ്പിച്ചില്ല അതിന്റെ പെരുന്നും തീറ്റോ. പക്ഷെ ശ്രദ്ധിച്ചു കൊടുക്കണം കേട്ടോ ഉറുമാമ്പയം. ഷാനോ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. വേഗം വരി. പോട്ടെ. ചുമ്മാ കഥ പറയാൻ കൂട്ടിനായി കാത്തു നിന്നൊരു പെണ്ണുണ്ട് മനസ്സിന്റെ. പാമ്പ് വരുന്നോ? എന്താ ഓൻ്റെ നിങ്ങൾ വരി വരി. ആശുപത്രിക്ക് ആശുമാതാ ഇമ്മച്ചേ ല ചേച്ചിയെ ആശുമാതാ ല ചേച്ചി പ്ലേറ്റ്. പ്ലേറ്റ് വെക്കാം. പ്ലേറ്റ് വെക്കാം. പ്ലേറ്റ് എടുക്കാം. എടുക്കാം. അൽട്ടോളി ജിമ്മി ഇരിക്കല്ലേ? ചേച്ചിന്റെ പ്ലേറ്റ് ചേച്ചി പ്ലേറ്റ് കുറച്ചുകൂടി അപ്പൊ എന്തായാലും നീ കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞോ എന്നും പറയണല്ലേ. വലത്തു നിന്ന് ആദ്യം ഇരിക്കുന്നത് സ്റ്റോപ്പർ ബാക്ക് ആയിച്ചമ്മ, പിന്നിലിരിക്കുന്നത് പെരിന്തൽമണ്ണയുടെ സ്വന്തം ഡ്രെഡ്, സൈഡിൽ ഷാനുവിൻ്റെ ഉപ്പ, ഷാനുവിൻ്റെ വലിയ പെങ്ങൾ ഇമ്മച്ചി, ഇപ്പച്ചി, ഈച്ചു, നിഹാൽ, ഞാൻ, ഷാനുവിൻ്റെ മൂത്തമ്മ, ഷാനുവിൻ്റെ അമ്മ, ഷാനുവിൻ്റെ രണ്ടാമത്തെ പെങ്ങൾ, ഷാനുവിൻ്റെ മൂത്തമ്മൻ്റെ മൂത്ത കുട്ടി, അടിയിൽ അഫീഫ്, അടിയിൽ നിന്നും അഫീഫ്, അദ്നാൻ, ഷാനുവിൻ്റെ ഇബക്കുട്ടൻ, സംസുകാക്ക, ലത ചേച്ചി, നൂറ, എല്ലാവരും ഉള്ളൊരു വലിയൊരു ഫ്രെയിമിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നത്.
എല്ലാരും തംസ് അപ്പ് തംസ് അപ്പ് തംസ് അപ്പ്. പിന്നെ നോക്കിയേ ഇവിടെ ഹനാൻഷ എന്ന കുപ്പായുണ്ടേ. ഇത് ഈ ആൾക്കാരിങ്ങനെ ചോദിച്ചിട്ടേ ഇത് പിന്നെ ചോദിച്ചാ ആദ്യം എന്താണ് സിദ്ദീഖ് ഹസന്റെ മകനല്ലേ എന്നാണ് പറഞ്ഞില്ലേ ഹനാന്. ഇപ്പൊ ഹനാൻഷാന്റെ ഒപ്പല്ലേ ഹനാൻഷാന്റെ ഒപ്പല്ലേ അതിലെന്ത് ചെയ്തു ഉറപ്പെടുത്താൻ വേണ്ടി പേരടിച്ചു വെച്ചു. ഇവിടെ എന്റെ പേരാണിത്. ഇതൊരു ടീം അടിച്ചു കൊടുത്താ. അപ്പൊ അങ്ങനെയാണ്. സോറി ഞങ്ങളെ കമ്പനിക്ക് ചുരിദാർ അടിക്കാനുള്ള വകുപ്പില്ല. എനിക്കൊരു ചുരിദാർ മുഴുവനായിട്ട് വരെ ഫോട്ടോ ഇട്ട് തന്നാൽ ഇവോ ഇവോ എങ്ങനെ ചിരിക്കല് നമ്മളെങ്ങനെ ചിരിക്കല് അങ്ങനെയല്ല. പിന്നെ അത് നാലാള് ഇത് നിന്റെ ഉള്ളിൽ വെക്കണം. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ അടച്ചിടണം. കണ്ടോ? എന്നോടാണ് ചോദിച്ചത്. ഞാൻ പോലി പോലി ഒരു സംഭവമുണ്ട്. അല്ല പോലി പോലിലേക്ക് അല്ല ഇപ്പൊ കുറച്ചേരം അങ്ങോട്ട് പോയിക്കോട്ടെ. കുറച്ചേരം പറഞ്ഞോ. ഷാനുവിന്റെ മെച്ചേ ഇന്ന് ഇങ്ങനത്തെ കുടുംബത്തിൽ ഇങ്ങനത്തെ പരിപാടിക്ക് കുപ്പായ അടിക്കുമ്പോ ഇനിയും കൂടി കൂട്ടും. എന്താ എനിക്ക് ഏട്ടത്തിയാളോ അഞ്ചത്തിയാളൊന്നും ഇല്ല. ഞാനാണ് എനിക്കൊരാങ്ങളുണ്ടല്ലോ ഓനും ഒരു ഏട്ടല്ല. ഇനി അതല്ല രസം. ഓന് 2 പെൺകുട്ടികള്, ഓനാണില്ല. എനിക്ക് 3 ആൺകുട്ടികള്. അപ്പൊ എന്താ പറയാ ഒരു ബന്ധങ്ങൾ ഉണ്ടാകട്ടെ വിചാരിച്ചാവും അപ്പൊ അങ്ങനെ തന്നെ. അവിടുത്തെ കുട്ടികളും ഇവിടുത്തെ കുട്ടികളൊക്കെ ബന്ധം. അപ്പൊ അതേ പറഞ്ഞു ഇനി ചുരിദാറൊക്കെ അടിച്ചുമ്പോ ഇനിയും കൂടി കൂട്ടി അവർ മാരീഡ് ആണോ എന്നൊക്കെ ആങ്ങളൊക്കെ 2 പെൺകുട്ടികളെ വെച്ചപ്പോഴേ ഇപ്പൊ 2 അങ്ങോട്ട് ഇവിടെ നോക്കാം. 2 കല്യാണം ഉണ്ട് കേട്ടാ. അതിനാണ് വരും. ഞാനിന്നേ സ്കൂളത്തെ ഒരു രക്ഷിതാവിന്റെ കല്യാണത്തിന് പോയി. ഉച്ചക്കാണ് ചെന്നപ്പോ നോക്കുമ്പോൾ കുറെ കുട്ടികളുണ്ട് അവിടെ. ഇന്ന് അതാണ് രക്ഷിതാവിന്റെ മകളെ എന്താണ് കല്യാണം. കറക്റ്റ് ചെയ്യണ്ടോ പറയും. ഇപ്പൊ കറക്റ്റ് അല്ലേ? കുട്ടികൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വന്ന കുട്ടികളാണ്. അപ്പൊ ചേട്ടാ എന്താണെന്ന് സ്കൂളിൽ പോകാൻ പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമാണ്. സമാധാനം ഉണ്ട്. കാരണം രാവിലെയും ഉച്ചക്കും പരീക്ഷ ഉള്ളത്. ഡ്രെഡിന്റെയും ഷാറിന്റെയും കല്യാണത്തിന് പോയപ്പോണ്ടായി നമ്മളെന്താ വിചാരിച്ചാലോ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുട്ടികൾ കുറവുണ്ടാവും. ഓരോ പറ്റാതെ നമ്മൾ ഉണ്ടാവില്ല. ഒന്ന് നോക്കുമ്പോ ഓരോ കുട്ടികള് ഫുൾ കുട്ടികള്. നമ്മളിതിന് വർക്കിംഗ് ഡേ ആകുമ്പോ കുട്ടികൾ കുറവുണ്ട്. ഇപ്പൊ ഇങ്ങനെ കുട്ടികൾ ഞാൻ പറയാം ഒരു കുറവുണ്ടാവില്ല. ഹസ്ബൻഡിന്റെ കസിൻ ഓനെ ഹനാനെ കണ്ടത് സമ്മതിച്ചില്ല. എക്സാമില് തുടങ്ങി വെച്ചിട്ട് ഓള് സ്കൂളിൽ പോയി ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞൊരു സ്റ്റെപ്പിൽ നിന്ന് കാലൊഴുക്കി എല്ലാ കുട്ടികളും വന്നിക്കണേ. കുടുംബത്തെ കുട്ടികൾ അന്ന് കല്യാണത്തിന് റിസപ്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഷാനിനോട് ഒരേ ഒരു കാര്യമാണ് കല്യാണത്തിന് എന്ന് പറയുന്നത്. റിസപ്ഷൻ ഉണ്ടാവും, ഇല്ലാതൊക്കെ ഒന്നുമില്ല. 1000-2000 ആളെ പരിപാടി, വലിയ ഓഡിറ്റോറിയത്തിൽ നല്ല ഫുഡും ചായ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഉണ്ടാവും. പക്ഷെ പുതിയാപ്പിള കുപ്പായോ ആ ഇട്ടാണ്ട് ചൂടെടുത്ത് നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. പുതിയാപ്പിള ഇവിടെ സ്റ്റേജുമ്പോ പുതിയാപ്പിളെ തപ്പരുത്. ജൂണില് റിസപ്ഷൻ എല്ലാ കൊല്ലം ജൂണില്ലേ? ജനുവരി എല്ലാ കൊല്ലം ജനുവരി അത് നല്ല അടുത്താ.
സമയണ്ട് എന്റെ കല്യാണത്തിന് എടുത്തോണ്ടിട്ടോ ഞാൻ ഒന്ന് വേണ്ട ചീത്തറിഞ്ഞു കല്യാണം എന്ന് പറയുമ്പോൾ നിനക്കാണ് ചിരി അല്ല ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോ ഷാനുവയോ ഓഫർ ഒന്ന് ഫോർച്യൂണർ കയറി അവിടെ ഒരു ഓഫർ എല്ലായിടത്തും ഓഫർ ഓന്റെ പേരെന്താ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഷാമിൽ ഓഫർ ഷാമിൽ ഓഫർ ഉണ്ടത് എന്റെ കുട്ടി എന്താ ഇങ്ങനെ ഇവിടെ എന്തൊരു സൈലന്റ് വൈ ആർ യു സോ സൈലന്റ് ടുഡേ ആർ യു നോട്ട് ഹാപ്പി എങ്ങനെ മുണ്ട കരുതിയിരുന്നാവൂലേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ സ്കൂളിൽ വേണ്ടോ ഞാൻ എന്താണ് വരേണ്ടത് പുഷ്പ അനുഗ്രഹിക്കട്ടെ വന്നാ മതി വരുന്ന് പറഞ്ഞാൽ വന്നിരിക്കും പരീക്ഷണത്തിൽ മെല്ലെ വന്നിട്ട് ഗ്രൗണ്ടിൽ കൂടി രണ്ടുകൊണ്ട് ഓടി പാഞ്ഞാലോ ഇറങ്ങിപ്പോയോ അങ്ങനത്തെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാലോ എന്താ ഗവൺമെൻറ്റൊക്കെ പിടിച്ചോണ്ട് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാലോ എവിടുക്കാ ഫിഫജി മറ്റേ ഫയർമാൻ്റെ മമ്മൂട്ടിൻ്റെ മേലെ ഒരു ടോർച്ചും കൊണ്ട് പട്ടിനെ ഇറക്കുക അതിനാണ് കാണാനാ ഓ ഒന്നോ രണ്ടോ എടുത്തോ ഇപ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഒപ്പം ഇപ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ അതിന് ഫോട്ടോ ഒക്കെ ഒന്നും കിട്ടുന്നതല്ല ഭീകരനാണ് അഫിയ അതിൻ്റെ കണ്ണുക്ക് അടിക്കല്ലേ ടോർച്ച് കണ്ണുക്ക് വല്ലാണ്ട് ഫോക്കസ് ചെയ്ത് അടിക്കല്ലേ പരത്തി അടിച്ചോ പരത്തി അടിച്ചോ അപ്പം ഒരുപാട് കാലമായിട്ട് ഞാൻ കാത്തിരിക്കണ ഫ്രെയിമാണ് അവിടെ നടക്കണ ഷാനുവിൻ്റെ കുടുംബം നമ്മുടെ കുടുംബം ഭക്ഷണം കഴിക്കാൻ ആരുമില്ല നീ ഋഷിനും നീയാലും നീയാല് ഭക്ഷണം ഞങ്ങളൊക്കെ കഴിച്ചാ എല്ലാവരും കഴിച്ച് ഇരിക്കി എന്താ വേണ്ടിച്ച പറഞ്ഞോ കേട്ടോ ഞാനിരുന്ന ഞാനുമില്ല കഴിച്ചോളി എടാ എല്ലാവരും കഴിച്ചു എപ്പോൾ തുടങ്ങിയ 10:30 ആയില്ലേ ഹാപ്പി അല്ലേ എന്നാ എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു സൽക്കാരം കൂടാൻ പറ്റും എന്നാ കൂടാൻ പറ്റാ എന്താ പറ്റിയമ്മ അയ്യോ ഇമ്മച്ചിങ്ങോട്ട് തിരക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ തിരക്കി മജ്നൂന്റെ സിരയിൽ മിന്നി അക്ഷപേറും സുന്ദരി ലൈല കൈസത് കണ്ടു മയങ്ങി കിസകൾ കൊണ്ട് കൽവിൽ കമറൊളി കമറൊളി എങ്കിയ മതിയോ ഓ ഓള് ഇവിടെ തന്നെയല്ലേ ആ റൂം കടന്നോളൂ അപ്പോൾ എനിക്ക് ഇപ്പം അടുത്ത് ഷാനു തന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റിലൊന്നാണ് കേട്ടോ തായ് ബാം തായ് തൈലം അതായത് തായ് ഹെർബിൻ്റെ ചെറിയ പാക്കറ്റിൻ്റെ അടുത്തുണ്ടായിനി വലുത് ഷാനു എത്തിച്ചു തായ്ലൻഡിൽ നിന്ന് അതായത് ഷാനുവിന് തായ്ലൻഡിലുള്ള പിടിപാട് എന്ന് പറഞ്ഞാൽ നൂറ അമൃതാഞ്ചന്റെ പണാണ് മെല്ലെ മെല്ലെ വലിച്ചോക്ക് നല്ല ഇതുണ്ട് നല്ല സമാധാനല്ലേ അതില് ചുണ്ട് കെട്ടണോ ചുണ്ട് മെല്ലെ വലിക്കണം ഉണ്ടായില്ലേ അതൊക്കെ അപ്പത്തിന്റെ ആറുണ്ടെങ്കിൽ ഇതാ ഡിക്റ്റ് സാധനമാണ് എന്നായിക്കോട്ടെ നാളെ പോണ്ടേ 10:30 ഒരു ദിവസം നിൽക്കാൻ വരിട്ടോ എന്റെ കല്യാണത്തിൽ എല്ലാവരും നിൽക്കാൻ കണ്ടു പോന്നോളി ആരും ശ്രദ്ധിച്ചില്ല ഇന്റെ കല്യാണത്തിലേ ഇന്റെ കല്യാണത്തിലേ
എന്തിപ്പാ ആരാ സൗണ്ട് ഉണ്ടാക്കണേ? എന്റെ കല്യാണത്തിന് വരിട്ടോ. ആര് എപ്പോ? ഇതൊക്കെ പുതിയ സമ്മാനങ്ങളാ. ഡീറ്റലക്സ് ആഷിഖാൻ്റെ അടുത്ത് എത്തണം എൻ്റെ സമ്മാനം. നമ്മൾ സ്റ്റേജിൽ എല്ലാവരും ഫ്രെയിം തരും, സമ്മാനങ്ങൾ തരും. പക്ഷെ സ്റ്റേജിൽ നിന്നല്ല നമ്മൾ ഒരാളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇറങ്ങി പായലാണ്, ഓടലാണ്. അങ്ങനെ എത്ര സമ്മാനം പോയിക്കണം നമ്മളുടെ. കുറേ കിട്ടി, കുറേ ആൾക്കാർ കുറേ കൊടുന്നരും. എങ്ങോട്ട് ആ ബാ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. ടീം ഹിൻലേഴ്സ്, അതായത് ഞങ്ങളുടെ ഹിൻലേഴ്സിൻ്റെ ഫുൾ പ്രൊഡക്ഷൻ ആൻഡ് മാൽഫങ്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഏറ്റെടുക്കുന്നത് ഷാനുവിൻ്റെ ആറ്റലായ അവസാനത്തെ പെങ്ങളായിട്ടുള്ള ഷെഹദയാണ്. മറ്റേ ഷെഹ്മ അല്ലേ? ഷെഹദ, ഷെഹ്മ, ഷാനുവിൻ്റെ ഷാനുവിൻ്റെ മൂത്തമ്മാൻ്റെയും ഇമ്മാൻ്റെയും കൂടെ നടുവിൽ പഞ്ചാബി ദാബ കോസ്റ്റ്യൂം ഇട്ട് അണിഞ്ഞൊരുങ്ങി സ്റ്റൈലെത്തിയായി നിൽക്കുന്നത് ഇമ്മച്ചി. എന്താമത്തെ മുറിയായോ? കയ്യമ്മരോ? എവിടെ? അപ്പൊ അങ്ങോട്ടും തിരിച്ചു കടിച്ചുകൂടേനോ? ഓൻ്റെ ഇറച്ചി ഈ ഭാഗത്തെ ഇറച്ചി നല്ല ടേസ്റ്റാ. നല്ല ഇവിടെ തളം കെട്ടി നിൽക്കുന്ന ഇറച്ചിയാണ്. അങ്ങോട്ട് കണ്ട് പിടിച്ചിട്ട് കുറച്ച് ഇറച്ചി കൂട്ടി കടിച്ചാൽ മതി, ചുമന്നു പോവും. തെരഞ്ഞു പോണതാ. ജോളൊക്കെ അടിച്ചു കയറണേ. ഷാമിൽ ഓഫർ ഷാമിൽ അതൊക്കെ വ്ലോഗിൽ ഹലോ കരഞ്ഞേ? അതിന് കരയണ കുട്ടി ഡോഗിനെ കാണിച്ചു കൊടുക്കണോ? വേണ്ട, ഇനി സീന. അപ്പം അതിന് ഒരു വട്ടം തന്നെ കാണിച്ചിട്ട് ഇനി വരാത്ത അസുഖങ്ങളില്ല, പാവുണ്ട്. അപ്പോൾ കാണിക്കില്ല കേട്ടോ. കുറച്ചുകൂടി വലുതായിട്ട് നമ്മൾ ഇനി എന്തായാലും കാണിച്ചാലോ. കുറച്ച് കാലം സ്ക്രീൻ സ്പേസ് കൊടുക്കണില്ല, കാരണം ഗ്രൗണ്ട് ക്ലിയറൻസോ ടൊയോട്ട. ആ ബാ, ഇതേ നേരം വൈകി എന്നും വന്ന് പണ്ടത്തെ പോലെ കടക്ക പുറത്ത് കിട്ടും വെച്ച് ഫാനും ഉണ്ട്. നേരം വൈകി വന്നാൽ ഇവിടെ കിടക്കുക, രാവിലെ വരെ ഇവിടെ കിടന്നുറങ്ങാം. രാവിലെ തുറക്കുമ്പോൾ ശല്യപ്പെടുത്താൻ ഇവിടെ ഉറങ്ങാൻ വേണ്ടി നമുക്ക് കിടക്കട്ടെ എന്നാ. ടീം ഹിൻലേഴ്സ്. അയ്യോ എന്നെ കമ്പനിയിൽ ഇറക്കി വിടല്ലേ. ഇനി എന്ത് വേണം നോക്കണേ? എനിക്ക് ഷർട്ട് അടക്കൊന്ന് പോയിവിടെ. ഷാമിൽ ഓഫർ. ഇനി നമ്മളെ കൂടെ കൊടുക്കുന്നത് ഷാമിൽ ഓഫർ ഇൻസ്റ്റാഗ്രാമിൽ. ഇത് നമ്മള് പൊതിയേണ്ടി വരും കേട്ടോ. ഓണത്തിന് നമുക്ക് പോയാലോ 10 കണ്ടിട്ടോ പടച്ചോനെ. അയ്യോ മിക്കവാറും ചെറിയ പെങ്ങളെ കഞ്ഞിന് വലിയ ഏട്ടത്തി പാറ്റ കേട്ടോ. ഏച്ചോ ഫോർച്യൂണർ എടുക്കണോ? അതിന് ഫോർച്യൂണർ എടുക്കണേ മാത്രം കണ്ടന്റ് നമ്മടത്തില്ല. ഭയങ്കര റഗ്ഡ് വണ്ടിയാണ് ഫോർച്യൂണർ. പക്ഷെ കംഫർട്ടാണ് സീന്. പക്ഷെ ഇത് കംഫർട്ടിന് ഇറക്കിയ വണ്ടിയല്ല. ഇതിങ്ങനെ മല കയറി പോവാൻ, കുന്ന് കയറി പോവാൻ, അജഗജാന്തര ലുക്കിൽ. ഇപ്പം ചിന്ന വണ്ടി പെട്ടെന്ന് കിട്ടും. ഷാവാ പണി ചെയ്യാനേക്കണ്. അജഗജാന്തര മൂഡ് വണ്ടി അല്ലേ?
ബാക്കത്തെ സീറ്റ് ഉണ്ടല്ലോ, ബാക്കത്തെ സീറ്റത്തെ ബോഡി റോള് ഇതിന്റെ നടുവത്തെ സീറ്റിൽ ഇരിക്കുമ്പോഴല്ലോ നമ്മൾ ഐക്രോസിന്റെ ബാക്കത്തെ സീറ്റിനെ സ്മരിക്കും. കാരണം അത് എമ്മാരി കംഫർട്ടാണ് മാഷാല്ലാ. അത് ഞാൻ വണ്ടിക്കാരും പറയില്ല കേട്ടോ, കാരണം നമുക്ക് പേഴ്സണലി എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ കംഫർട്ടാണ്. മോർ ദാൻ ലുക്സ്, മോർ ദാൻ ഹൈപ്പ്. എനിക്ക് അതേപോലെ ഓഫ് റോഡ് പർപ്പസ് ഫോർച്യൂണറിനെ കൊണ്ട് നടക്കുന്ന പർപ്പസ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്, ഈശ്വരനും എല്ലാവർക്കും ആഗ്രഹമുള്ള വണ്ടിയാണ് ഫോർച്യൂണർ. പക്ഷേ നമ്മളെ പർപ്പസ് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കണ്ണൂരാണെങ്കിൽ നാളെ തിരുവനന്തപുരം എത്താൻ പറ്റണം, നാളെ തിരുവനന്തപുരം ആണെങ്കിൽ മറ്റന്നാൾ കാസർഗോഡ് എത്താൻ പറ്റണം. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മേല് കുലുങ്ങാതെ ബോഡി റോൾ ഇല്ലാതെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടി നമുക്ക് മസ്റ്റാണ്. സോ വി ചൂസ് ഹൈക്രോസ് ഓവർ എവറിത്തിങ്. ക്രിസ്റ്റ ഫീല് വണ്ടി. ഞാൻ ഇപ്പോഴും എവിടെയെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ ക്രിസ്ത്യാനോ ഞാൻ ഓട്ടന്റെ വണ്ടി പൂതിയോ എന്താ അറിയില്ല. എനിക്ക് ഫോർച്യൂണറിനെക്കാളും ഒരു 100% എനിക്ക് ഇഷ്ടം ക്രിസ്റ്റ്യാനോടാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഭയങ്കര വണ്ടിയാണ്, ഭയങ്കരമായ വണ്ടി ക്രിസ്റ്റ. ആസ്വദിച്ച് ഓടിക്കാൻ പറ്റുന്ന മോസ്റ്റ് കംഫർട്ടബിൾ വെഹിക്കിൾസിലൊന്നാണ് ക്രിസ്റ്റ. ഹൈക്രോസിനെക്കാട്ടിലും റൈഡിങ് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആവും എന്നാണ് കയറുന്നില്ലേ. ഓ മാഷാല്ലാ. ഓ മാനുവൽ ക്രിസ്റ്റ. ഓ അതേപോലെ ഡീസൽ ഓട്ടോമാറ്റിക് 2.8. ഡീസൽ ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ഉണ്ട് 100. അങ്ങോട്ട് പോയാണ്ടല്ലോ, ചെറായി റോട്ട് കൂടെ പോയാണ്ടല്ലോ, പരതക്കുന്നുമ്പോൾ പോയി മറിഞ്ഞാണ് പോകും. 120 പോയാലേ, കാരണം അവിടെ വളവില്ല, ഓടിച്ചാൽ കിട്ടില്ല. 120 പോയാലും എന്തെങ്കിലും പാടത്തുണ്ടാവും. ആ പുതിയ കുളം കുത്തിയില്ല, അതിലിങ്ങനെ കിടക്കുന്നുണ്ടാവും, ഐസ്ക്രീമിൽ കോലുത്തിയ പോലെ. ടൂററല്ല, അത് 2.8 ഡീസൽ, 2.8 ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ. ഓ അഫീഫ് ഡ്രെഡിൻ്റെ ആറ്റ്ലായ അളിയാണ് പട്ടി ശാസ്ത്രം പറഞ്ഞു കൊടുക്കുന്ന അഫീഫ്. അതായത് പട്ടിനെ എങ്ങനെ വളർത്തണം, പട്ടിനെ എങ്ങനെ നോക്കണം, എങ്ങനെ ഇണക്കണം, എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ട്രെയിനർ അഫീഫ്. ഡോഗ് ട്രെയിനർ അഫീഫ്. അതിനാൽ എന്നാ റിട്ടാണ് 24 ഈ മാസം തന്നെ പോകും. പോവാപ്പാ. ഓക്കെ ഷാമിൽ ഓഫ് റോഡുകൾ. ഷാമിൽ ഓഫറിന്റെ ഓഫ് റോഡ് വാഹനം ഫോർച്യൂണർ. എവിടെ സ്ഥലം? താനൂരല്ല, ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എവിടെയാ? രാജോദിന്റെ എവിടെയാ? വൈറ്റ് ഫീൽഡ്. അത് കുറച്ച് ദൂരല്ലേ? ബാംഗ്ലൂരിൽ നിന്ന് 15 കിലോമീറ്ററിന് എത്ര മണിക്കൂറാ? 2.5. എന്നാ കുഴപ്പമില്ല. ബ്ലോക്കില്ല? അദ്ദേഹം പറഞ്ഞേ ബ്ലോക്കില്ലേ. ബ്ലോക്കിന്റെ ടൈം ഞാൻ പറഞ്ഞേ. ഒച്ച പോയല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, ഷാനു ഫാമിലി ഇവിടെ പറയുകയാണ്. ഞങ്ങളിപ്പോ പോകും. ഞാനും ജിമ്മില്ലേ, നാളെ പരിപാടി ഉണ്ട്. മോന്റെ ചെരുപ്പ് അത് ഇതാരതാ? ഷാമിൽ ഓഫ് റോഡ് എന്താണ്? ചെറുപ്പത്തിലെ കുന്തലിപ്പ്. അപ്പോൾ ഷാനു ആൻഡ് ഫാമിലി ഇവിടെ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി എൻ്റെ കല്യാണത്തിനൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടാ എല്ലാ പരിലും നിന്നോ? എന്നാൽ ഒരു മാസത്തിൽ എല്ലാവരും പരാതി തീർക്കാം. ആ അതല്ലേ, എല്ലായിടത്തും പോയി എല്ലായിടത്തും ഇത് വരാം മാസത്തിനുള്ളിൽ. അത് പിന്നെ എല്ലായിടത്തും കൂടി എൻ്റെ കുടുംബക്കാർക്ക് അത് കാണണമെങ്കിൽ ഞാനും വരും ജിമ്മിയും കൂടി പുറത്ത് പോയി ബഹ്റൈനിൽ പോകണേ. ഞങ്ങളൊരു 2 മാസം കഴിഞ്ഞിട്ടാണ് വരിക. സൽക്കാരൊക്കെ 2 മാസം കഴിഞ്ഞിട്ട് മതി.
ഷാന വന്നായി വണ്ടിയില് ഷാന ഓടിച്ചോടിച്ചു വന്നു. ടാറ്റ ബൈ 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 ഗായ്സ് ബൈ ബൈ. എങ്ങനെ കുറച്ച് സ്റ്റോക്ക് ഇറക്കി തരാൻ പറഞ്ഞു. വെരി വെരി സ്ട്രിക്റ്റ്. ഞങ്ങളെ വിശ്വസ്തനായ സേവകനാണ് ഓള്. അല്ല സേവക. സാലറി കൊടുത്തില്ല, പേയ്മെന്റ് കൊടുക്കില്ല. പക്ഷെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഒരു 200, ഒരു 500, ഒരു 2000 സ്റ്റിച്ചിങ്ങിന് അങ്ങനെ പോകുന്നുണ്ട്. എന്തിനാ കിട്ടി? ഞങ്ങൾ തീർത്തത് ഇന്നെന്തിനും 500 രൂപ വാങ്ങി. അല്ല 1000 എന്തിനാ കിട്ടിയ പറഞ്ഞു. ഇപ്പൊ 1000 കിട്ടിയത് സ്റ്റീലിന് പിന്നെ എന്താ SLC പരീക്ഷയില് അതേമാതിരി വേറെ ഒന്നുണ്ട്. USS അല്ല LSS കിട്ടിയാല് 5ാം ക്ലാസ് ഒരു 100 രൂപ, 6ാം ക്ലാസ് 100 രൂപ, 7ാം ക്ലാസ് 100 രൂപ. അത് LSSന്റെ പൈസ ടീച്ചർ ബാക്കി 200 ടീച്ചർ നമ്മുടെ കൈ തൊടിച്ചില്ല. ടീച്ചർ ഇതിപ്പോ പിന്നെ SLC അധ്യാപകരുടെ മക്കൾക്ക് ഗവൺമെന്റിന്റെ ഇതിലായിട്ട് കൊടുക്കുന്നതാണ്. ഒരു പ്രോത്സാഹനമാണ്. Full A+. Like for the people who is serving for government, a gift from government. Yes. Yeah. Am I right? എന്റെ സ്കൂളിൽ 3 ടീച്ചേഴ്സ്. Am I right, Mr. Siddiq Hassan? Yes. അതാ ഞാൻ വിളിച്ചത്. ഒരു അടി വരുന്നില്ല. അധ്യാപകരെ മക്കൾക്ക് ഈ കിട്ടണ SLCക്ക് A+ വാങ്ങിയാൽ 1000 കിട്ടുള്ളൂ. സത്യം. ഒരു സ്കോളർഷിപ്പ് NMMS ഒന്നും കിട്ടില്ല. അതിലുണ്ടാവും ഗവൺമെന്റ് സർവീസിലുള്ള ബലാണെന്നുണ്ടല്ലോ ആ പേപ്പറേ കിട്ടൂല. ഇതല്ലേ എത്ര ഒന്നിനും വിട്ടിട്ടില്ല. ഒന്നിനും ആകെ കിട്ടുള്ളൂ. 1000 സന്തോഷത്തോടു കൂടി. അപ്പൊ ടീച്ചേഴ്സ് ആയതുകൊണ്ട് രണ്ടടി ഇപ്പച്ചിന്റെ അടുത്തും ഉമ്മച്ചിന്റെ ഏറെ കിട്ടിയെന്നല്ലാതെ ഒന്നും സ്കൂളിൽ ഞാൻ കൊടുത്തിട്ടില്ല. അറിയണല്ലോ. അല്ല സ്കൂളിന് എല്ലാ കുട്ടികൾക്കും ഓരോ അടിയാണെങ്കിൽ സ്വന്തം കുട്ടികൾക്ക് 2 അടി, അറിയണവർക്ക് 2 അടി എക്സ്ട്രാ. ഓന്റെ ഉമ്മ അപ്പഴേക്ക് നുള്ളിയിട്ട് റിഗ്രറ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് അടിച്ചു പോയിന്നൊക്കെ. ഞാൻ പോട്ടെ. അയ്യോ ഇപ്പൊ സങ്കടപ്പെടില്ലേ? അങ്ങനെ പോയതല്ലോ കേട്ടോ, വെറുതെ പോയതാ. എനിക്ക് തല്ലേണ്ടി വന്നു. തിരികെ ഞാൻ വരും. സർട്ടിഫിക്കറ്റ് എവിടെ? ഓ ഞാൻ പേടിച്ചു. ഒന്ന് കാളി. ഫോൺ നമ്പർ ഒന്നുമില്ലല്ലോ. നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ടീച്ചേഴ്സ് വിദ്യാലയത്തിലെ 3 അധ്യാപകർക്ക് ഇപ്പൊ ഏറ്റു വാങ്ങിയിട്ടുണ്ട്. ഷാഹിദ ടീച്ചർ, അമ്പിളി ടീച്ചർ, അതൊക്കെ വാപ്പ നോക്കി. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ഷാനവാസ് IAS കേട്ടല്ലോ, ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ആർ സുനിൽകുമാർ, പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ശിവൻകുട്ടി സാർ എനിക്ക് വെള്ളം തന്നാണ്. ട്രെയിനിൽ എൻ്റെ അടുത്ത് വെള്ളം കുടിക്കാനല്ലേ ഇനി. അതിൽ അപ്പുറത്തെ എൻ്റെ തൊട്ടപ്പുറത്തെ ഇതിൽ ശരി ശിവൻകുട്ടി സാറേ ഞങ്ങൾ ഗുളി കുടിക്കാനേനി വെള്ളം ഉണ്ടോ ചോദിച്ചാൽ കുപ്പി വെള്ളം ആണോ? ഇപ്പം അടുത്തോ? ഇപ്പം അടുത്ത്. അപ്പോൾ ശരി. ഇറ്റ്സ് എ ഗുഡ് ഹ്യൂമൻ ബീങ്. ട്രെയിനിൽ പോയപ്പോൾ ശിവൻകുട്ടി സാറെ ഞാൻ വെള്ളം കുടിക്കാൻ അല്ല മരുന്ന് കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോൾ മൂപ്പര വെള്ളം തന്നീനെ. വെരി ഗുഡ് പേഴ്സൺ ശിവൻകുട്ടി സാർ. ശിവൻകുട്ടി സാർ അത്രയും നല്ല മനുഷ്യൻ, ഗുഡ് ഹ്യൂമൻ ബീങ് കേട്ടോ. ഇതിന്റെ കൂടെ 1000 രൂപ കിട്ടീനി. അത് അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തരും. കാരണം ഞങ്ങള് അത് ഡെബിറ്റിക്ക് പോയി. ഇതെന്താ അതൊക്കെ ആ സമയത്ത് പിന്നെ ഓൺ ദ സ്പോട്ടിൽ ഇത് വാങ്ങണം. അല്ലെങ്കിൽ പലരും ഇല്ലെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. അടുത്ത മാസം കിട്ടി.
സോറി ബ്രോ, പലിശ ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പം ഷാനുവിന്റെ സൽക്കാര ദിവസം ആദ്യമായി SLC ഫുൾ A+ വാങ്ങിയതിന് ഗവൺമെന്റ് വക 1000 രൂപ സമ്മാനം നേടി. ഇവിടെ അഭിമാനത്തിന്റെ ഇതിന്റെ ആണ്ടോ, സൺ ഓഫ് സിദ്ദീഖ് ഹസൻ എന്ന് ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? അഫീഫിയെ ഉമ്മാന്റെ പേരും വരണല്ലേ? അത് ശരിക്കും ഞാൻ സർക്കാരിന് നിർദ്ദേശം കൊടുക്കാം, ഉമ്മാന്റെ പേര് കൂടി മദറിന്റെ പേര് കൂടി ഇവിടെ എഴുതി ചേർക്കാന്നില്ല. ഏതായാലും ഇത് ലൈസൻസ് എടുക്കാനേ ക്ഷമിക്കണം, ലൈസൻസ് ഇങ്ങനത്തെ അവാർഡുകളൊന്നും വാങ്ങാൻ ഈ ഇളവനെ കൊണ്ടായില്ല. അല്ല പറയാ അവാർഡുകൾ ആഗ്രഹങ്ങളുണ്ടാവും ചിലപ്പം. അവാർഡുകൾ ഈ തല നോക്കി ആ തല വരെ അവാർഡുകളാണ് അല്ലേ സംസു? അതാണ്. അപ്പൊ ഇത് കൊടുക്കാണ് വീണ്ടും. ഇനി നമ്മളെ പ്രതീക്ഷ എന്താണ്? +2 കുടുംബളം ഹയർ സെക്കൻഡറി സ്കൂളിൽ അലി ടീച്ചറോട് നമ്മൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അതാണ്. ടീച്ചർ നമ്മൾ പിന്നെ ഒരു പേനയ്ക്ക് സമ്മാനിച്ച് കൊടുത്തിട്ടുണ്ട്. അത് സോപ്പിടാൻ വേണ്ടി കൊടുത്തതല്ല. ആബ്സെൻ്റ് വരുത്തരുത്, ലീവ് വരുത്തരുത്, പരമാവധി ദിവസം എന്താണ് അറ്റൻഡ് ചെയ്ത് കണ്ട് പിന്നെന്ത് ചെയ്യുക, ഫുൾ A+ വാങ്ങിയാൽ സർക്കാരിനൊന്നും വെയിറ്റ് ചെയ്യില്ല. ഈ പൈസക്ക് 1000 രൂപ അതുപോലെ 1000 കൂടുതലാണ്. 2000 രൂപ ഇതുപോലത്തെ 500 4 നോട്ട് അഫീഫിന് ഈ വെളിച്ചത്തിന് 500 രൂപന്റെ 4 നോട്ട് 500 നിരോധിക്കൂല കേട്ടല്ലോ. ഈ വെളിച്ചത്തിന് സാക്ഷി നിർത്തി ചെവികൾക്കത് പോലെ അതൊക്കെ തിന്നു കഴിഞ്ഞാൽ ഞാൻ വാഗ്ദാനം ചെയ്താല് 3 ദിവസം ആവും വാഗ്ദാനം ഇതൊക്കെ ഫെയ്ഡായി പോകും. അപ്പൊ ഞാൻ അതിന്റെ മുന്നേ വാങ്ങാൻ ഓഫർ 3 ദിവസം വാലിഡിറ്റി ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നമ്മൾ റിഡീം ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ ഇത് കടിച്ചു. ഒന്നും ഇവിടെ നിന്ന് പുറത്ത് ഓനാണെങ്കിൽ കടിച്ചാലാണെങ്കിലോ മറ്റേ തേള് കുത്തിയ പോലെയാണ്. അപ്പൊ ഇതാണ് സംഗതി കേട്ടല്ലോ. അപ്പൊ ഇത് കൊടുക്കാണ്. ഇതുവരെ കൊടുത്തിട്ടില്ലേ? കൊടുക്കിന്റെ അഭിമാനത്തിന്റെ ജിന്നേട്ടാ തോം തരിടുതോം തിത്തോം തിത്തോം തിത്തരിടുതോം തിത്തോം തിത്തോം തരകിരിക്കിരി നടോടി പെണ്ണേ നടോടി പെണ്ണേ നടോടി അമ്പാ അമ്മ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തൻ്റേതായ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പാപ യുവാവിനെ നോവിപ്പിച്ചിട്ട് വ്ളോഗില്ലേ എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് ശല്യമല്ല, ഇടങ്ങേറ് കൊണ്ട് നോവിപ്പിച്ചതാണ് എന്നെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് 1.25 മണിക്കൂർ സമയം വരുന്ന ഈ ഒരു എളിയ വ്ളോഗ്, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എൻഗേജിങ് ആയി നിൽക്കുന്ന ഒരു ലോകേഷ് പടം ഞാൻ ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വ്ളോഗില്ലേ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബഹുമാനപ്പെട്ട അഫീഫ് വരെ, അതായത് നാളെ മാത്സിൻ്റെ എക്സാം ഉണ്ടായിട്ട് കൂടി ഒരു പേനും പേപ്പറും പോലും ഇന്ന് 12 മണി വരെ എടുക്കാതെ നാളെ രാവിലെ പരീക്ഷയ്ക്ക് എന്ത് കോൺഫറൻസിലാണ് പോകാമെന്ന് പോലും അറിയാതിരിക്കുന്ന അഫീഫിന് വരെ കൂടാൻ പറ്റിയൊരു ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു വ്ളോഗാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട അൻഷുവിൻ്റെ 2 സുഹൃത്തുക്കൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. പഞ്ചാബ് എന്നല്ലേ LPU. അപ്പോൾ LPU പഞ്ചാബിൽ പഠിക്കുന്നവരാണ് അൻഷുവിൻ്റെ കൂട്ടുകാർ. എല്ലാവരും ഇപ്പോൾ ലീവിലാണ്. എത്ര ദിവസമുണ്ട് ലീവ് കഴിഞ്ഞു? അപ്പോൾ ഏകദേശം ലീവ് കഴിഞ്ഞു. അൻഷു, ഇപ്രാവശ്യത്തെ ലീവ് എങ്ങനെ ഉണ്ടായിരുന്നു? ലീവ് അതായത് നമ്മളെ ഫുൾ പരിപാടിക്ക് അൻഷു പ്രാവശ്യം പോകുന്നുണ്ടാവും. ഒറ്റപ്പാലത്ത് അവിടേക്ക് ഇവിടേക്ക് ഇനി നാളത്തെ പരിപാടിക്ക് അൻഷുണ്ട്. എല്ലാത്തിനും അൻഷു വരുന്നുണ്ട് കേട്ടോ. സോ അൻഷു എൻജോയ് ചെയ്തൊരു ലീവാണ്. അപ്പം ഇനി പഞ്ചാബിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അൻഷദ് അടുക്കത്ത് എന്നുള്ള അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ എന്തായാലും മൈൻഡാക്കാതെ വിടുന്നതായിരിക്കും മെസ്സേജ്. കാരണം ഓനെന്നെ അവിടെ കുടുങ്ങി നിൽക്കുകയാണ്. കാരണം ആപ്പാപ്പ ഇവിടുന്ന് ചീത്ത അറിയലാണ്, ബാങ്ക് ഇട്ട് പോകാൻ പറഞ്ഞിട്ട് അവിടെ ഒരു പിടിപാടും ഇല്ലാതെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ഒരു ഹോസ്റ്റലിൽ ജീവിച്ച് പോവുകയാണ്. അപ്പം എന്തായാലും ആരും അവിടെ പോയി വിളിക്കുക, സഹായം അഭ്യർത്ഥിക്കൊന്നും ചെയ്യരുത്. ഓനെന്നെ കുടുങ്ങിക്കുകയാണ്. നിങ്ങൾ സഹായം ചോദിച്ചെന്നോ അങ്ങോട്ട് സഹായം ചോദിക്കണ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ആകെ പെട്ട് നിൽക്കുകയാണ്. കാരണം എങ്ങനെയാണ് പോകുന്നത് പഠിപ്പ്? അടുപ്പൊക്കെ 100-110 100-110 ബാക്കിയില്ലേ.
അപ്പം പാവാണ് കേട്ടോ എൻ്റെ കുട്ടി. അപ്പം എന്തായാലും വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സോ 1.25 മണിക്കൂറിൻ്റെ ഈ വ്ളോഗ് അവസാനം വരെ കണ്ട ഓരോരുത്തരും ഇതിലുണ്ടെന്ന് എനിക്കറിയാം. ഇതിൻ്റെ ഇടവപ്പാതിയിൽ നിന്നും നെറ്റ് തീർന്നു പോയിട്ട് രണ്ടാമത് റീചാർജ് ചെയ്ത് കണ്ടോലും ഇതിലുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇത് കാണുന്നതോടെ ഇതിൻ്റെ എൻഡിങ്ങോടെ ഇന്നത്തെ 2 GB ഡാറ്റ കോട്ട അവസാനിക്കുന്ന ഒരു ഇതിലുണ്ടെന്ന് അറിയാം. സോ നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ ശക്തി. നെറ്റ് തീർന്ന് നമ്മുടെ ചാനൽ വളർന്ന് വരട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് കുറച്ച് എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ വ്ളോഗ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ആവും. അപ്പം എന്തായാലും മറ്റേ ഉഷാറില്ല എന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്തിനി. അതായത് 2-3 ദിവസം ഞാൻ പനിച്ചല്ലോ, ചുമച്ചിങ്ങനെ അങ്ങനെ. അപ്പോൾ ഇന്ന് പനിയൊക്കെ മാറി, മാഷാ അല്ലാഹ് അസുഖം മാറിയൊരു ദിവസമാണ്. അപ്പം എത്രത്തോളം എനിക്ക് എൻജോയ് ചെയ്ത് വ്ളോഗ് ചെയ്യാൻ പറ്റി എന്നുള്ള ബാക്കിയുള്ള വ്ളോഗിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഇത്രയും നേരം കണ്ടതിന് നന്ദി. ഐ ലവ് യു ആൾ. ബൈ ബൈ.